Hello guys, welcome to Tamil Pasang Reaction. வந்து சண்டே உங்களுக்கு தெரியும் வீடியோ வந்திருக்கோம். படம் பேரும் தெரியும், பட் என்ன நாங்கள் சொல்லுவோம், எங்களுக்கு சண்டே ஒரு நாள் மட்டும் தான் ஹாலிடே. அந்த ஒரு நாள் ஹாலிடேவும் நாங்கள் ரெக்கார்டிங் ஆகுதுவோம். ஸோ அதனால எனக்கு ஒரு ஹாலிடே உள்ளான்னு சொல்லிட்டு இந்த ஹாலிடே அன்னைக்கு நாங்கள் வந்து பார்க்க போகிற படம் பேர் சண்டே ஹாலிடே. எஸ். கிரிஞ்சுங்க, கிரிஞ்ச் ஆஃப் த இயர் உங்களுக்கு அவார்டே தரலாங்க. எவ்வளோங்கண்ணே சூப்பர் கிரிஞ்சு. ஸோ இந்த படத்தை வந்து ஸோ இந்த சண்டே ஹாலிடே வந்து ஆமாம், இந்த படத்தை யார் டைரக்ட் பண்ணிக்கிறா பார்த்தீங்கன்னா ஜிஸ் ஜாய் தலவான். அந்த படத்தோட டேரக்டர் தான். போலீஸ் ஸ்டோரி தானே. அண்ட் இந்த படத்தை ரிட்டர்ன் பண்ணது அவரே தான். அண்ட் ஸோ இந்த படத்தில் காஸ்டிங் யாரான்னு பார்த்தீங்கன்னா இட்ஸ் ஆசிஃப் அலி அண்டு ஸ்ரீனிவாசன், லால் ஜோஸ், அப்புறம் வந்து அப்பர்ணா பாலமுரளி. ஸோ இந்த படத்தோட genre இட்ஸ் மலையாளம் லாங்குவேஜ் ரொமான்டிக் காமெடி. நம்ம ஆல்ரெடி ஒரு ட்ராமா பார்த்தோம். ஆக்சுவலி சேம் பேரு. அது ஒரு வேற லெவலு த்ரில்லர். அது த்ரில்லர் ட்ராமா, வேற லெவல் எண்டிங்கு, செம்ம ஆக்டிங், ரெண்டு பேருமே படம் சொல்லிட்டு கிஷ்கிந்தா காந்தம். எஸ், இது சூப்பர் மூவி. ஸோ அந்த பேர் மறுபடியும் இது முன்னாடி வந்ததா, இதுதான் ஃபர்ஸ்ட் வந்திருக்கோம். ஸோ வந்து அதனால ஒரு நம்பிக்கையில் பார்க்கலாம். ஸோ சண்டே ஹாலிடேனால இவங்க இதோ வேலையை முடிச்சுட்டு வீட்டுக்கு வராங்கன்னு நினைக்கிறேன், இல்லை ஹாலிடே ட்ரிப்பு போகிறாங்கன்னு நினைக்கிறேன். ஸோ ஓகே. ஸோ இதை அந்த படத்தோட காஸ்டிங் ஹாண்டர் எல்லாமே. ஸோ இதுக்கு நம்ம ஒரு நல்ல படம் ஒரு ஹாலிடே படம். Sunday holiday. Sunday. நல்ல சரி. நம்ம வேற எது பார்த்தீங்கன்னா பார்த்தோம் ஒரு வடக்கம் சண்டே ஹாலிடே. ഇന്ന് ഞായറാഴ്ചയാണല്ലോ. സാധാരണ സൺഡേസ് ഹോളിഡേയ്സ് ആണ്. പക്ഷേ കഴിഞ്ഞ കുറേ ഞായറാഴ്ചകളിൽ നിങ്ങൾക്ക് സ്പെഷ്യൽ ക്ലാസ് ഉണ്ടായിരുന്നു. കാരണം ഞാൻ പഠിപ്പിക്കുന്ന വിഷയത്തിൽ മാർക്ക് കുറഞ്ഞു പോകരുത് നിങ്ങൾക്ക് എന്നെനിക്ക് നിർബന്ധമുണ്ട്. നിങ്ങളുടെ സുന്ദരമായ ഡിഗ്രി കാലഘട്ടത്തിലെ അവസാനത്തെ എക്കണോമിക്സ് ക്ലാസ്സാണ് ഇന്നിവിടെ പൂർത്തിയാവും. നിങ്ങൾ ഓരോരുത്തരും എനിക്ക് വളരെ പ്രിയപ്പെട്ടവരാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് സിലബസിലില്ലാത്ത ചിലത് കൂടി നിങ്ങളുമായി സംവദിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കാലം കുറേ കഴിയുമ്പോൾ ഈ ഒരു വർഷക്കാലം ഞാൻ പഠിപ്പിച്ച എക്കണോമിക്സ് ക്ലാസ്സുകളൊന്നും ആയിരിക്കില്ല നിങ്ങൾ ഓർമ്മിക്കുന്നത്. മറിച്ച് അടുത്ത അരമണിക്കൂറിൽ ഞാൻ പറയുന്ന ഔട്ട് ഓഫ് സിലബസ് വിഷയങ്ങളാവും നിങ്ങൾ കൂടുതൽ ഓർമ്മിക്കുക. ഉളി താങ്കും കൽകൾ താനേ മൺമീതെ ശിലയാകും, വലി താങ്കും ഉള്ളം താനേ നിലയാതെ സുഖം കാണും. നമ്മുടെ KS ചിത്രയ്ക്ക് തമിഴ്നാട്ടിലെ സ്റ്റേറ്റ് അവാർഡ് വാങ്ങിക്കൊടുത്ത പാട്ടിലെ വരികളാണ്. അർത്ഥം എന്താ? ഉളിയുടെ വേദന അറിഞ്ഞിട്ടുള്ള കല്ലുകൾ മാത്രമേ പിന്നീട് സുന്ദരങ്ങളായ ശില്പങ്ങളായിട്ടുള്ളൂ. ஒவ்வொரு பூக்களுமே பாட்டுறோம். லால் ஜோஸ் ഇത്രയും വലിയ ഡയറക്ടറാണ് കുട്ടികളെ പോലെ ടെൻഷൻ അടിക്കുന്നത്. അതല്ല, ക്ലൈമാക്സ് ഷൂട്ട് ചെയ്യായിരുന്നല്ലോ. ക്ലൈമാക്സ് ഷൂട്ട് കഴിഞ്ഞു എന്നാണല്ലോ പറഞ്ഞത്. വേറെ ആരോ വെച്ച് കൊടുത്താളാ? എന്നാടോ ഉണ്ടായി? ഞാൻ പള്ളിയിലായിരുന്നു. ക്ലൈമാക്സ് എടുക്കായിരുന്നല്ലോ. കഴിഞ്ഞ 2-3 ദിവസമായി സാറിന് നല്ല ടെൻഷൻ ഉണ്ടായി. ലാസ്റ്റ് ഷോട്ട് കഴിഞ്ഞ് പാക്കപ്പ് എന്ന് പറയുന്നതിന് മുന്നേ വെട്ടിയിട്ട പോലെ വീഴുമായിരുന്നു. എന്റെ കർത്താവേ, അവിടുന്ന് ഇവിടെ നല്ല നുള്ളി പെറുക്കിയ ഓരോ ദിവസം ഷൂട്ടിങ് ഞാൻ മുടക്കിക്കൊണ്ടിരുന്നത്. ഇന്നത്തോടെ കുരിശെല്ലാം തീരുമല്ലോ എന്ന് വിചാരിച്ചിരിക്കുക. ഇതിന്റെ അർത്ഥം അറിഞ്ഞുകൂടാത്ത ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടോ? സോറി മാം. നാളെ പുറകോട്ട് ആലോചിക്കുമ്പോൾ നിങ്ങളുടെ ഓർമ്മയിൽ ഉണ്ടാവുക മൗനമായി കേട്ടിരുന്ന കാര്യങ്ങളാണ്. എല്ലാ ശബ്ദ കോലാഹലങ്ങളും സമരങ്ങളും വിപ്ലവങ്ങളും ഒക്കെ അവസാനിക്കുന്നത് ഇതേ മൗനത്തിലാണ്. ഇതിനേക്കാൾ വലിയ ക്യാൻവാസിൽ എത്ര പടങ്ങൾ ചെയ്തിട്ടുള്ളൂ. അന്നൊന്നും ഇല്ലാത്തൊരു ടെൻഷൻ. ഇതൊരു കാഷ്വാലിറ്റിയാണ്. പേഷ്യന്റ് ഇങ്ങനെ ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല. ഇവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയറും ഒക്കെ കൂടെ ആഗ്രഹമല്ലായിരുന്നു. ആശുപത്രി കിടക്കുന്നത് ആദ്യമായിട്ടാണ്. അതുകൊണ്ട് നോക്കട്ടെ. ഒരു ദിവസം ഏത് പാറയും പൊട്ടുന്നവരാണ്. അന്ന് ബിഗ് സ്ക്രീനിൽ കാണാം. കഥ, തിരക്കഥ, സംഭാഷണം ഉണ്ണി മുകുന്ദൻ.
ഹലോ അവരോട് ക്യാരക്ടർ സംവിധായകൻ ഡേവിഡ് പോൾ റൂമിലേക്കല്ലേ? ICUവിലല്ലോ. ഒരു കാര്യം ചെയ്യാം, 1 മണിക്കൂറിനകം ഞാൻ അങ്ങോട്ടെത്താം. വീട്ടിലൊന്ന് കയറിയിട്ട്. ഓക്കെ? അന്നത്തെ ബീച്ച് മേത്തിട്ടില്ല. സാർ അൺനെസസറി ആയിട്ട് ടെൻഷൻ ആട്ടോ. ഒരു ദിവസം റെസ്റ്റ് എടുത്തെന്ന് വിചാരിച്ചാൽ മതി. അസുഖത്തിന് അറിയില്ലല്ലോ സാറ് വലിയ ഡയറക്ടറാണെന്ന്. സാറ് കഴിഞ്ഞ വർഷം എനിക്കൊരു അവാർഡ് തന്നിട്ടുണ്ട്, ഓർമ്മയുണ്ടോ? ഞാൻ അങ്ങനെ ഒരു അക്രമം ചെയ്തിട്ടുണ്ട്. പാവപ്പെട്ട ട്രൈബൽസിന് ചികിത്സ കൊടുക്കുന്നത് അത്ര മോശപ്പെട്ട കാര്യമാണോ? സാറിന്റെ വൈഫാണ്, ഞാൻ കുഴപ്പമൊന്നുമില്ലെന്നാ പറഞ്ഞേക്കുന്നത്. അല്ലെങ്കിൽ എനിക്ക് എന്താ കുഴപ്പം? ഞാൻ ഡോക്ടർക്ക് കൊടുക്കാം, ഡോക്ടർ പറയും, അപ്പൊ വിശ്വാസമാവല്ലോ. വൈഫാ. ഹലോ മാം, ഐ എം ഡോക്ടർ ശ്രീധന്യ. ഡയറക്ടർ ഡേവിഡ് പോൾ ഈ മുറിയിലല്ലേ? അതെ, നമ്മളാരാ? വളരെ അടുത്തൊരു സുഹൃത്താണ്. അല്ല, സാർ, താനോ? താനെന്താ അവിടെ? ഇതെന്റെ നാടല്ലേ സാർ? പിന്നെ സാർ ഇവിടെ ഉണ്ടെന്നറിഞ്ഞു. യു ആർ എ വെൽ നോൺ ഫിഗർ. വിസിറ്റേഴ്സ് ഇങ്ങനെ വന്നോണ്ടിരുന്ന ഇയാൾ ഞാൻ വെറും ഒരു വിസിറ്റർ അല്ല, ഞാനൊരു തിരക്കഥാകൃത്താണ്. ആരായാലും എന്താ, ഇതൊരു ഹോസ്പിറ്റൽ റൂമാണ്. സാറിന് ഇയാളെ നേരത്തെ പരിചയമുണ്ടോ? എനിക്ക് പിന്നെ ഉണ്ണി മുകുന്ദൻ. ഡോക്ടർ ഇഞ്ചോടി സാർ സാർ എത്തിയോ? എന്താ സാർ അധികം സംസാരിക്കണ്ട കേട്ടോ. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആ ബെല്ല് നമർത്തിയാൽ മതി. ആയിക്കോട്ടെ. அவ்வளோ தூரத்தில் வச்சுக்கிறாங்க. ഒരു 4-4:30 ആകുമ്പോഴത്തേക്ക് നമ്മുടെ റിസൾട്ട് എല്ലാം കിട്ടും. ഡിസ്ചാർജിന്റെ കാര്യം നമുക്ക് എന്നിട്ട് തീരുമാനിക്കാം. ഇഫ് പോസിബിൾ അതുവരെ ഒന്ന് കോൺഷ്യസ് ആയിരിക്കാൻ ശ്രമിക്കണം. സോറി. ഒന്ന് ഉറങ്ങാതിരുന്നാൽ കൊള്ളാം. ഓ ശരി, അക്കാര്യം ഞാൻ നോക്കിക്കോളാം. അതിനൊരു തീരുമാനമായി. പറ, താൻ എന്തിനാ വന്നത്? ഞാൻ പറഞ്ഞോളൂ. ഈ കഥ പറയാൻ സാറിന്റെ അപ്പോയിന്റ്മെന്റിന് വേണ്ടിട്ട് അലയാൻ തുടങ്ങിയിട്ട് കാലം കുറേയായി. ആ കഥയൊന്ന് പറയാൻ കഴിഞ്ഞാലോ? ഇവിടെ ചിത്രത്തിലും ഇല്ലടോ. അല്ല, സാറിന് പ്രത്യേകിച്ച് അസുഖമൊന്നുമില്ലല്ലോ. ഇതിലും ഭേദം അസുഖം വരുന്നതായിരുന്നു. ആ പറഞ്ഞങ്ങ് തുപ്പിക്കളയാൻ. അല്ലെങ്കിലും സാറിനൊന്നും വരില്ല സാർ. എത്രയോ നല്ല സിനിമകൾ ചെയ്ത് എത്രയോ പേര് താരങ്ങളാക്കിയ ആളല്ലേ സാറ്. താൻ മുമ്പ് പറഞ്ഞ പോലുള്ള ബ്രഹ്മാണ്ഡ കഥയൊന്നും എന്റെ ടേസ്റ്റിൽ പെടുന്നല്ല. പക്ഷെ ഇത് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും സാർ. അവരെ പത്തി കേൾക്കണം. അല്ലല്ല, അതൊക്കെ സിദ്ദിഖ്ലാലും ശ്രീനിവാസനും ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ. ഞാനൊരു പാവം ഉണ്ണിക്കഥയാണ് കൈ. സ്ക്രിപ്റ്റിലുണ്ടായിരുന്നെങ്കിൽ സിനിമ ഏതാണ്? ഉണ്ട് സാർ, സ്ക്രിപ്റ്റിലുണ്ട് സാർ. സാർ ഇതൊന്ന് വായിച്ചു നോക്കിയാലല്ലേ മനസ്സിലാവുള്ളൂ. ഇന്നൊരു ഞായറാഴ്ച അല്ലടോ, ഒടയതമ്പുരാൻ പോലും വിശ്രമിച്ച ദിവസം. ഒടേ തമ്പുരാന്റെ ചെവിയിൽ ആരെങ്കിലും ചെന്നൊരു കഥ പറഞ്ഞിട്ടില്ലെന്ന് വേദപുസ്തകത്തിൽ എവിടെയും പറഞ്ഞിട്ടില്ലല്ലോ. എണീക്കണോ? ആരാ? എണീറ്റോളൂ. ഞാനാ. ഇതിനാരാ? ഞാനാ. സാറ് വിചാരിച്ചാൽ ഇതൊരു പ്രോജക്റ്റ് ആക്കാൻ പറ്റും. സാറ് നിർമ്മാതാവാണ്, ഡിസ്ട്രിബ്യൂട്ടറാണ്. സാറിന് വിശ്വാസമുള്ള ഏതെങ്കിലും ഒരു യുവ സംവിധായകനെ കൊണ്ട് ചെയ്യിപ്പിച്ചാൽ ഭംഗിയാവും. അത്രയേ ഉള്ളൂ. വേറെ എത്രയോ നല്ല പ്രൊഡ്യൂസേഴ്സ് ഉണ്ട്. സാർ എന്നാലും ഒരെന്നാലും ഇല്ല. ഇതിലപ്പുറം കടുപ്പിച്ച് പറയാൻ എനിക്ക് അറിയില്ല. പ്ലീസ് പോണം. സാറിനെ പോലുള്ള സംവിധായകരും താരങ്ങളും ഒരു കഥ പറയാൻ പോലും സമ്മതിക്കാതെ എന്നെ പോലുള്ളവരെ മടക്കി അയക്കും ഒന്നും ഓർക്കുന്നുണ്ടാവില്ല. ഞങ്ങൾക്കും സെൽഫ് റെസ്പെക്റ്റ് ഉണ്ടെന്ന്, ഇമോഷൻസ് ഉണ്ടെന്ന്. അതിനേക്കാളൊക്കെ ഉപരി ഒരു സന്തോഷ വാർത്തയുമായി തിരിച്ചെത്താൻ കാത്തു നിൽക്കുന്ന ഭാര്യയും മക്കളും അച്ഛനും അമ്മയും ഒക്കെ ഉണ്ടെന്ന്. സാറിപ്പോൾ ചോദിച്ചില്ലേ എന്തിനാ സാറിൻ്റെ പിന്നാലെ ഇങ്ങനെ നടക്കുന്നതെന്ന്? അത് സാറിൻ്റെ സിനിമകളോടുള്ള ഇഷ്ടം കൊണ്ടാണ്. അതിൽ കച്ചവടത്തിനൊപ്പം കലയും കൂടി കാണാറുള്ളതുകൊണ്ട്. இப்படி என்ன கதை வச்சுக்கிறாரு? அதுதான் அந்த ஆசிஃப் அலி ஸ்டோரி போல. அது ஆசிஃப் அலி നേരത്തെ കൊടുത്ത ഒരാൾ ഇറങ്ങി പോകുന്ന കണ്ടിരുന്നു സാർ, ഒരു ബാഗ് ആയിട്ട്. അയാൾ എത്രയും പെട്ടെന്ന് തപ്പിപ്പിടിച്ച് കൊണ്ടുവരണം. ഞാൻ പറഞ്ഞിട്ടാണെന്ന് പറഞ്ഞാൽ മതി. ഒരു കാരണവശാലും മിസ് ശരി ചെയ്യും. സാർ, സാറ് കിടന്നോളൂ. സാർ நான் கூட ரொம்ப தூரம் போட்டு ഈ ഫോൺ വെച്ചോ. വീട്ടിൽ നിന്ന് വിളിച്ചാൽ മാത്രം എനിക്ക് തന്നാൽ മതി. ഇരിക്കും. ഞാൻ അങ്ങോട്ട് പോവാണ്. എന്തെങ്കിലും உங்களை கூப்பிடவே இல்லை. ஏன் ആയിക്കോട്ടെ. സാർ ഇപ്പൊ പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ് ആണ്. കഥ പറഞ്ഞു കഴിയുമ്പോഴും അങ്ങനെ തന്നെ വേണം. Best. കഥ തുടങ്ങുന്നത് ഒരാശുപത്രിയിലാണ്. ரொம்ப எங்கேஜ் இருக்கிறாங்க அதில். இந்த மகேஷின் பிரதிகாரம் டைம் தானே. அப்படியா? அது 2016 17.
ഓ ആരെങ്കിലും ഒരാൾ കൂടെ പോയിക്കോളൂ. എടാ ഞാൻ പോ. പ്രഗ്നൻസിയാ നല്ല ഇന്റേണൽ ബ്ലീഡിംഗ് ഇമ്മീഡിയറ്റ് ആയിട്ട് ആരെങ്കിലും അറിയിക്കാനുണ്ടെങ്കിൽ വി റെക്കമെൻഡ് ദാറ്റ്. മറ്റൊന്നുമല്ല, കാര്യത്തിന്റെ സീരിയസ്നെസ് അറിയാമല്ലോ. ഇതിനകത്ത് ഞങ്ങൾക്ക് നോ എന്നൊരു വാക്കില്ല. എന്നിരുന്നാലും ചാൻസസ് കുറവാണ്. படிடா 2 மாதங்களுக்கு முன்பு கேட்ட மாதிரி இது இல்ல നിർത്തണം. റിഹേഴ്സലിന് വിളിക്കുമ്പോൾ മേക്കാട്ട് പണിക്ക് പോകുന്നതിന്റെ മെച്ചമാ. ഇന്നലെ കഴിച്ച കുട്ടികൾ ഒരു ഇതിനേക്കാൾ കേമായിട്ട് വായിക്കും. ഡോ പള്ളി പെരുന്നാളിന്റെ സീസണാ വരുന്നത്. തിരുനാൾ കമ്മിറ്റിക്കാരുടെ ഇടിമേടിച്ചു കൂട്ടുണ്ടെങ്കിലേ മര്യാദ சவுண்ட் கேட்கும்போதே எனக்கு தெரியுது. കേട്ടോ. சர்ச்சில் தானே அந்த பிபி யூஸ் இது என்ன பேபி பேபி நம்ம வச்ச பேர் ஃப்ளாஷ்பேக்குக்கும் ஒரு ஃப்ளாஷ்பேக்கா படத்துள்ள படம் அப்படி എത്തിയ ഉടനെ വിളിക്കണേടാ. അമ്മ ശ്രീരാമ രാമചന്ദ്ര ജയ. ഒക്കെ ശരിയാവും മോനെ. ഇനി വരുമ്പോ പഠിച്ചിട്ട് വന്നോ. ശരി, சர்ச்சுக்கு வாசிக்கிறது ചാവി. മോനെ, നാളെ കഴിഞ്ഞ അവളുടെ കല്യാണമാണ്. നീ കുഴപ്പമൊന്നും എനിക്കൊന്ന് അവളെ കണ്ട് പറഞ്ഞിട്ട് പോണം. ആ നീ നേരത്തെ ഇങ്ങ് പോന്നോ? കല്യാണം മറ്റന്നാളാ. ആ എല്ലാരും 2 മിനിറ്റ് ഒന്ന് മാറി. നീ ഇങ്ങനെ ചെയ്യുന്നത് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. ഒരുപാട് ഇഷ്ടമുണ്ടായിരുന്നവർ എന്ത് ചതി ചെയ്തെന്ന് പറഞ്ഞാലും നമുക്കവരെ കൊല്ലാനൊന്നും പറ്റില്ലല്ലോ. താലിയേട്ടൻ കഴുത്ത് നീട്ടി കൊടുക്കുമ്പോൾ നീ അത് ഓർത്തു. സങ്കടമുണ്ട് എന്ന് കരുതി ഞാൻ ഇതും വിചാരിച്ചുകൊണ്ടിരിക്കാനൊന്നും പോകുന്നില്ല. ദാ, ഈ മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയ പിന്നെ നീ എനിക്കൊരു ഓർമ്മയാണ്. മോനെ, ചെക്കൻ ഡോക്ടറാ, വലിയ തറവാട്ടുകാരൻ. ആലോചന വന്നപ്പോ അവൾ എതിർപ്പൊന്നും പറഞ്ഞില്ല. ഞങ്ങളും പിന്നെ അങ്ങ്. നിനക്ക് സങ്കടമുണ്ടെന്ന് എനിക്കറിയാം. 2 ആൾക്കും നല്ലത് ഇങ്ങനെയാണെന്ന് അങ്ങ് കരുതിയാ മതി. என்னடா பெயிண்ட் பெயிண்ட் அப்படி ஒரு வேர்டு காண அங்க என்ன ஸ்ரீனிவாஸ் பாடி காட்டுனுங்கிறாரா? இன்னைக்கு இது முக்கியதாரி சரி அவ பேர் என்னது அப்பர்ணா. இவ்வளோ கிளிகிளு பண்ணிட்டு தான் வந்து வீட்டில் தெரிஞ்சுதான் பண்ணிக்கிறாரா? அது டாக்டர் மாப்பிள்ள வட்டா மாமி அப்படின்ட்டு ഇപ്പൊ മഴയാണോ? മഴയാവില്ല സൗണ്ട്. അതാ ചെക്കന്റെ കണ്ണീരാവും. ஐயோ எல்லாருக்கும் தெரிஞ்சு எனக்கு தெரிஞ்சு கிளிகிளு பண்ணிட்டுக்கிறாரு போல. அது வெக்க மேலம் நெக்லஸ் பார்த்துது. ஊருக்கே தெரிஞ்சிருக்க மேடம். മാപ്പിള തവറ എല്ലാവർക്കും തെറ്റി. നിന്നെ അവൾക്ക് മറക്കാൻ കഴിയുമെങ്കിൽ നിനക്ക് തിരിച്ചു അതിന് കഴിയും. കൃഷ്ണേട്ടൻ അവിടെ ആരോടൊക്കെ പറഞ്ഞ് ജോലി ശരിയാക്കിയിട്ടുണ്ട്. ജോലിയല്ല, ആരോരും ഇല്ലാത്ത പാവം കുട്ടികൾക്ക് ഒരു ഉപകാരം ചെയ്യുന്നു കരുതിയാൽ മതി. ഏതായാലും 1-2 മാസം പിടിച്ചു നിൽക്കുക. എത്ര ഇഷ്ടമായില്ല വെച്ചാലും. മോനെ, മനുഷ്യരെ കാണുകയും സംസാരിക്കുകയും ഇടപെടുകയും ചെയ്യുന്നതാണ് ഏത് പ്രശ്നത്തിൽ നിന്ന് പുറത്തെടുക്കാനുള്ള ഏറ്റവും വലിയ മരുന്ന്, ഏറ്റവും വലിയ പ്രാർത്ഥന. ഏതോ ഹസ്ത തദോ മന சச்சின்ரா തദോ ഭാവ ധർമ്മജൻ പോൽ കാട്ടിയ തദോ സച്ചിൻ നീ നടക്കാല കൊമ്പുണ്ട് 2 രൂപ. ആരാ ആ മൂപ്പരെ ബസ് ഇറങ്ങിയാണ് വിളിച്ചിട്ടുണ്ടേ. നീ പക്ഷെ അങ്ങോട്ട് എത്തിയില്ല. പുള്ളിയുടെ കാലെടുത്ത് കുത്തുമ്പോഴേക്കും മാറ്റം തുടങ്ങും. അതിനുള്ള സ്പെഷ്യൽ പരിപാടികളൊക്കെ ഞങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അമലാണാ കേറിപ്പോര്, വാതിലടച്ചിട്ടില്ല. നൈസായിട്ടൊരു പണി കൊടുക്കാം മച്ചാനെ. മച്ചാന്റെ പ്രശ്നങ്ങൾക്ക് ഞങ്ങൾക്കറിയാം. അതിൽ നിന്ന് പുറത്ത് കിടത്താൻ വേണ്ടി ഞങ്ങളൊരു ഫോട്ടോഷോപ്പ് നടത്തിയാൽ. ഫോട്ടോഷോപ്പ് അല്ലടാ, ഫ്ലാഷ് മോബ്. അതെങ്കിൽ അത് ഞാൻ രാഹുൽ ഷെയ്ഖന്റെ മച്ചാനെ. മച്ചാനെ, ഇതാണ് മച്ചാന്റെ മുറി.
ഞങ്ങളുടെ മുറി ഇതൊക്കെ തന്നെയാണ്. എങ്ങനെയുണ്ട്? യാത്ര കഴിഞ്ഞ് പണ്ടാറടങ്ങി വന്നല്ലേ, ഒന്ന് കുളിച്ചിട്ട് സൈഡായിരിക്കും. ഇതൊരു കാടാന്ന് വിചാരിക്കുക. നമ്മൾ ഈ കാട്ടിലെ മുയല്, അണ്ണാൻ, അങ്ങനെ ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെ. പക്ഷെ ഇവിടെ ഒരു രാജാവുണ്ട്. അതാണ് ലിയോൺ, സിംഗം. இதெல்லாம் அல்லு அர்ஜுன் போட்டாங்க. ஏதோ ஒரு மூவி இருக்குடா, அது மராத்தி டப்பிங்ல அல்லு அர்ஜுன். ഇവന്മാർക്ക് ഇങ്ങനെ ഓരോ ട്യൂണിട്ട് വെച്ചാ പോരെ, ഇതിനൊക്കെയുള്ള വരികൾ എഴുതലാണ്. ഡബിങ് സ്ക്രിപ്റ്റ് എഴുതുறாரு അവര്. ബ്ലോക്ക് പോയല്ലോ, ബ്ലോക്ക് പോയല്ലോ, നീ വന്ന് എൻ ലൈഫിൻ ബ്ലോക്ക് പോയല്ലോ. ഓക്കെ, ബ്ലോക്ക് പോയല്ലോ പോയല്ലോ, കൈരാളി നീ വന്ന് എൻ ലൈഫിൻ ബ്ലോക്ക് പോയല്ലോ. വയലാർ എഴുതുമോ ഇതുപോലെ? ആ അല്ലു അർജുന്റെ ഫാൻസ് ആയിട്ട് നിങ്ങൾ ചതയ്ക്കും. ഞാനൊരു പാട്ട് എഴുതാന്ന് പറഞ്ഞാൽ നോ. എന്നാ പിന്നെ നീ ഒരു 4 വരി പാട്ടുണ്ടാക്കി പാടറാ. പാടും. NMB പാക്കേജായി നറുപുഞ്ചിരി തന്നു. എങ്ങനെയുണ്ട്? ഇവിടെ ഈ കിണ്ടലും ശകുലും ഒക്കെ ആയിട്ട് വരാൻ ഈ പെൺകുടി എന്താടാ വാർക്കപ്പണിക്ക് പോണ? ആ അപ്ഡേഷൻ വേണം, അതാ ചേട്ടനില്ലാത്തത്. ഓ, അമൽ വന്നപ്പോ ഇന്നലെ ഒരുപാട് ലേറ്റ് ആയില്ലയോ? ഞാൻ പിന്നെ ഒരു 11 മണി കഴിഞ്ഞാ പിന്നെ സുനാമി വന്നാലും. അതെ, വലിയ കലാകാരനാ നാക്കുട്ടി പറയാൽവേലി. വയ്യാവേലിയല്ല, അത് താമസിയാതെ ആയിക്കോളും. ഓടാർന്ന് നാരായണൻ കുട്ടി. നാക്കുട്ടി നസീർ സാറ് ചുരുക്കിയതാ. ആര്യ ഹാപ്പി, ബണ്ണി ഹീറോ, ഗജപോക്കിരി, ദളപതി തുടങ്ങി ബാഹുബലി വരെ ഉള്ള എല്ലാ സിനിമകളുടെയും സംഭാഷണങ്ങളും ഞാനാ എഴുതി ഹിറ്റാക്കി. പൊങ്ങിയ ഈ ലക്കൻ നാനയിൽ എല്ലാം വിശദമായിട്ട് എഴുതിയിട്ടുണ്ട്. സമയം പോലെ വായിച്ചാൽ മതി. കംപ്ലീറ്റ് തള്ള. മദ്രാസിലെ ഡയറക്ടറായിരുന്നു സിനിമയില്. നീ വയറിലേക്ക് ഇട്ടൊന്നാ മതി. ഡോർ. ഏതോ ഒരു കാശുകാരി പെൺകുട്ടി ഇവന്റെ വലയിൽ വന്ന് വീണിട്ട് എന്ത് കണ്ടിട്ടാണെന്ന് അറിഞ്ഞൂടാ. ഗോസിപ്പ് നിർത്തും. നിങ്ങൾ വരുന്നുണ്ടോ ഇല്ലയോ? കാടമുട്ടയുടെ പരസ്യമായിരിക്കും. பாட்டுல ஒரே போர்ஷனை திருப்பி 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 போட்டுட்டே இருந்திருக்காங்க பின்னாடி டிவில. அவ்வளவுதான் ரைட்ஸ் അച്ചപ്പം, കുഴലപ്പം, ഉണ്ണിയപ്പം, മധുരസേവ ഇതൊക്കെ ഈ അടുത്തുള്ള ബേക്കറികളിലെല്ലാം സപ്ലൈ ഇവിടുന്ന്. തങ്കച്ചി ചീഫ് അഡ്മിനിസ്ട്രേറ്റർ ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്. എവിടെ എടുത്തില്ലേ? ബെനീത് നമ്മുടെ ഇവിടെ പുതുതായിട്ട് താമസിക്കാൻ വന്നതാ. അമ്മ അവിടെ വരുന്നവരൊക്കെ കൊണ്ട് തളിക്കണമെന്നുണ്ടോ? അങ്ങോട്ട് നിൽക്കുവേ. നാരായണൻകുട്ടി, കപ്പ വേണമെങ്കിൽ ഒരു മൂട് എടുത്തോണ്ട് പോകും. ഇവിടെ ഉണ്ടായതാ. വേണ്ട എടുത്തി. ആ അവൻ അങ്ങനെയൊക്കെ പറഞ്ഞെന്ന് വെച്ച് നീ എന്താ പിണങ്ങി പോവാന്നോ? നിങ്ങൾ ഇവിടെ വന്നേച്ച് പോകുമ്പോ എന്തെങ്കിലും തന്നയച്ചില്ലെങ്കിൽ എനിക്ക് അങ്ങ് വിഷമാ. എടുത്തോ, നല്ലോണം വേവുന്നതാ. അമൽ അല്ലേ? അത് സർ, ഞാൻ സാറ് പോയിട്ടുണ്ടാവും വിചാരിച്ച വരായിരുന്നത്. ഇല്ലെങ്കിൽ രാവിലെ തന്നെ ഇവനെ മുമ്പിൽ ഹാജരാക്കിയനെ. നിനക്ക് മനസ്സിലായി ഷഫീഖ് സാറിനെ? നിന്റെ ജോലിക്കാരെ ഞാൻ പറഞ്ഞപ്പോ 2 ദിവസം കൊണ്ട് ശരിയാക്കി തന്നത് സാറാ. എല്ലാവർക്കും താങ്ക്സ് ഒന്നും വേണ്ട, എന്റെ പേര് ചീത്തയാക്കാൻ ഞാൻ മതി. ഞങ്ങൾ രാഹുലിന്റെ ഫ്രണ്ട്സാണ്. രാഹുൽ എവിടെ? അവിടെ എവിടെയെങ്കിലും കാണും. ഒരു ദിവസം അദ്ദേഹത്തിന്റെ തലയിനക്കടിയിൽ മണിചന്ദ്രമാല വെച്ചുകൊടുത്തു. എന്ന് മുതൽ മാറ്റം കണ്ടു തുടങ്ങി. അന്ന് തൊട്ട് ഇല്ല മണിചന്ദ്രമാല. ഐശ്വര്യം നിങ്ങളെ തേടിയെത്തും. ഇതിന്റെ ആവശ്യമൊന്നുമില്ലാത്ത ഭയങ്കര മേക്കപ്പില്ല. ഒരു പണി കൊടുക്കാം. സാറേ, രാഹുലിനെ കണ്ടു? ചേട്ടന് മനസ്സിലായില്ലേ? ഇല്ല. എടാ നിനക്ക് മനസ്സിലായില്ലേ? ഇല്ല. എടാ മലേ ഇല്ല. ആരാ? വെറുതെ അല്ല, ഇത് ഞാനാണ്. പണിയേ നിന്നെക്കാളും ചെറിയ ഉണ്ണി. പിന്നെ ഒറിജിനൽ ആണെന്ന് പറയില്ലടാ, അത്രക്ക് ആർട്ടിഫിഷ്യൽ ആയിട്ട്. ഇനി കഥാപാത്രം കൂടി റെഡിയല്ലേ? അബ്ദുള്ള വിളിച്ചു. തല്ലിപ്പൊളി സെറ്റപ്പാ. അപ്പൊ ഡയലോഗ് ഒക്കെ പഠിച്ചിട്ടുണ്ടല്ലോ? ഇല്ല. മൂലക്കുരും വെരിക്കോസ് വെയിനും മാറി. വെരി ഗുഡ്. ഇപ്പൊ വേറെ കുഴപ്പമില്ല. എന്റെ കാര്യമില്ല. നിങ്ങൾ അഭിനയിക്കാൻ വന്ന അബ്ദുള്ളയല്ലേ? എന്നെ കണ്ട അബ്ദുള്ളയാണെന്ന് തോന്നുന്നു. അബ്ദുള്ളക്ക് എന്താ കൊമ്പുണ്ടോ? ചേടാ. സർ, ഐ ഹാവ് ആൻ ഇഷ്യൂ. വാട്ട് ഇഷ്യൂ? എന്നോട് ആഡ് ഫിലിം ഷൂട്ടാന്നേ പറഞ്ഞുള്ളൂ. ഇതുപോലത്തെ ഫേക്ക് ടെസ്റ്റിമോണിയൽ ആഡ്സ് ആണെന്ന് അറിഞ്ഞിരുന്നില്ല. ഐ കാൻ ഡു ദിസ് സർ. ഐ എം സോറി. എന്താണ് പേര് പറയേണ്ട? അച്ഛനും അമ്മയും ഡിവോഴ്സ് ആയപ്പോ മണിചന്ദ്രൻ മാലിട്ട് പ്രാർത്ഥിച്ചു. ഇപ്പൊ അവരൊന്നായി. അത്രയല്ലേ ഉള്ളൂ. വാട്ട് ഈസ് ദ ഇഷ്യൂ ഇൻ ഇറ്റ്? ഞാൻ പറഞ്ഞല്ലോ സർ, ഐ കാൻ ഡു ഫേക്ക് ടെസ്റ്റിമോണിയൽ. അങ്ങനെ പോകാൻ പറ്റ. അഭിനയിക്കാൻ വന്ന അഭിനയിച്ചിട്ട് പോയാ മതി. ദേഹത്ത് തൊടരുത്.
പോലീസ് സൂപ്രണ്ടിന്റെ മോളാ സാറേ. പോട്ടെ, വിട്ടേക്ക്. ഇവളാണ് മോനെ ആൺകുട്ടി. എനിക്ക് അവനെ കണ്ടപ്പോ തന്നെ ഒരു അടി കൊടുക്കണമെന്നുണ്ട്. കുട്ടിക്കാട് അച്ഛൻ എന്ന കലാകാരനായ ഒരു അച്ഛനുണ്ട്. ആ അച്ഛന്റെ ഇമോഷണൽ ആൽബം സ്നേഹസ്പർശം. ഇതിൽ അതിമനോഹരമായ 12 പാട്ടുകളുണ്ട്. അതെ അതെ, കേട്ട കരഞ്ഞു. ക്രിസ്ത്യാനികൾ താമസിക്കുന്ന ഏരിയകളിലും പള്ളികളിലും ഒക്കെ പോയി ഈ സ്നേഹസ്പർശം വിൽക്കലാണ് അമലിന്റെ ജോലി. വീട് എവിടെയാന്ന് പറഞ്ഞേ? പയ്യന്നൂർ. ഗുഡ്. ഇതേപോലെ ഒരു 10-12 പേരെ കൂടി പയ്യന്നൂറിന് കിട്ടും. നന്നായിട്ട് പ്രാർത്ഥിച്ചു തുടങ്ങി. കച്ചവടം വളരെ ഈസി ആയിട്ടുള്ള കാര്യമാണ്. വായ്ത്താളം മാത്രം മതി. മനസ്സിലായില്ലേ? നല്ല മുട്ടിപ്പായി പ്രാർത്ഥിച്ചോണം. പരീക്ഷയ്ക്ക് ഒരു പഠിക്കാത്ത ഞാൻ കാണിച്ചു. ഫിഷ് ഉണ്ട്, ചിക്കൻ ഉണ്ട്, കരിമീനുണ്ട്. സാർ സാർ മാഡം, നിങ്ങളുടെ വിലയേറിയ സമയത്തിൽ നിന്നും 1 മിനിറ്റ് എടുത്തോട്ടെ. എല്ലാം നല്ല പാട്ടുകളാണോ? പിന്നെ കിടുക്കനല്ലേ? എന്നാ മോളെ ഈ പേര് നോക്കി വെച്ച് നമുക്ക് നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. വെച്ചോ. ഞാൻ നിങ്ങൾ വാങ്ങിക്കുമെന്ന് വിചാരിച്ചു. ഓ പിന്നെ സാർ, നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്താ അനാഥർക്ക് കിട്ടില്ലോ സാറേ. വല്ല പണി എടുത്ത് ജീവിക്കാൻ മേലെ. അനാഥർക്ക് ദൈവം മാത്രമേ ഉള്ളൂ സാറേ. അവരെ സാർ ഡൗൺലോഡ് ചെയ്താ സാറിന് ദൈവം അപ്ലോഡ് ചെയ്യുവേ. ഇങ്ങോട്ട് വാടാ മഹാഭാവി. ഇതാണ് ബിസിനസ്. ഇനി ഈ ഏരിയയിലെ കാര്യം ഞാൻ നോക്കോളാം. ഈ പള്ളിയുടെ പുറകിൽ കുറെ ക്രിസ്ത്യാനി വീടുകളുണ്ട്. അവിടെ മനസ്സ് വിഷമിക്കുമ്പോ ഒരു കാര്യം ഓർക്കണം. അല്ലടാ നമ്മളെ ജെയിംസ് എത്തിണ്ടാ? പിന്നെ ഒരു കോള് അതുണ്ടാ നേരിട്ടാണ്ട് കേട്ടോളൂ. ആണാ വണ്ടിയുടെ അടുത്ത് മാറരുതട്ടാ. ഹലോ ഹലോ, എങ്ങോട്ടേക്ക് ഇടിച്ചു പൊളിച്ച് കയറിയിരുന്നേ? അത് എന്താ? ഞാൻ ഫാദർ കട്ടിക്കാട് ഡിവോഷണൽ സീരീസ് വിൽക്കാൻ. തനിക്ക് എന്താ കണ്ണ് കണ്ടൂടെ? ഗേറ്റിൽ വെണ്ടയ്ക്ക് അക്ഷരത്തിൽ എഴുതി വെച്ചു ഇങ്ങോട്ട് ഇമാതിരി ആൾക്കാർക്കൊന്നും എൻട്രി ഇല്ലെന്ന്. അയ്യോ, ഞാൻ കണ്ടില്ല, ഞാൻ ശ്രദ്ധിച്ചില്ല. ഇത് സ്നേഹസ്പർശം ഫാദർ ഈ പാവപ്പെട്ടവർക്ക് വേണ്ടി ചെയ്യുന്ന ചാരിറ്റി. എനിക്ക് ഇവിടുന്ന് പോകുന്ന നല്ലത്. നമ്മളൊന്നും പോടോ, പോ. ജയമാ ദൈവം അപ്ലോഡ് ചെയ്യണ്ട നോക്കോ. പാവപ്പെട്ടവരാ, ചാരിറ്റിയാ, ചാരിറ്റി. ചാരിയിട്ട് പോടോ. സൗകര്യമില്ല. ഹായ് ചേച്ചി. എന്താ ചേച്ചി? വാദം വരാതിരിക്കാൻ ഉപയോഗിക്കുന്ന ചെരുപ്പായത്. മാർക്കറ്റിൽ ഇതിന് 700 രൂപയാ. ഞാനിത് ചേച്ചിക്ക് കേവലം വെറും 400 രൂപയ്ക്ക് തരാം. ഇവിടെ വേണ്ട, തട്ടിപ്പ്. അയ്യോ, തട്ടിപ്പല്ല ചേച്ചി, ഇത് വാദം വരാതിരിക്കാനുള്ള ഒരു ടിപ്പ് മാത്രമാണ്. ഇവിടെ വേണ്ടെന്ന് പറഞ്ഞില്ലേ കുട്ടി? ചേച്ചി പാട്ട് പാടോ? ആഹാ, അങ്ങനെയാണെങ്കിൽ ചേച്ചിക്ക് അറിയിക്കുമല്ലോ. ഗാനഗന്ധർവൻ യേശുദാസ്, ചിത്ര ചേച്ചി, ജയചന്ദ്രൻ എല്ലാരും ഉപയോഗിക്കുന്ന ഇതേ ചെരുപ്പാ. ആണോ? ചിത്രയും ഗൂഗിൾ ചെയ്ത് നോക്ക്. രാഹുൽ, സത്യം പറ, എന്താ നിന്റെ ഫ്യൂച്ചർ പ്ലാൻസ്? സിനിമയിൽ എന്താകുമെന്ന നിന്റെ വിചാരം? അതെ, ലൈഫ് കുറച്ച് എൻജോയ് ചെയ്യണമെങ്കിൽ കയ്യില് കാശ് വേണം. കാശ്. ലുക്ക് അമിത, ഇതൊരു നിവിൻ പോളി ആയിട്ടിരുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. നിവിൻ പോളി കാലിൽ പ്ലാസ്റ്റർ ഇട്ട് വിനീത് ശ്രീനിവാസിന്റെ മുമ്പിൽ ക്യൂ നിൽക്കുമ്പോ ഈ പറഞ്ഞ നിവിൻ പോളിയും ഈ രാഹുലിനെ പോലെ ഒരുത്തം മാത്രമായിരുന്നു. പക്ഷേ പുള്ളിക്ക് അഭിനയം. ഓ പുജ്ഞം. നീ ഒരു കാര്യം ഓർക്കണം. സിനിമയിൽ ഷാറൂഖ് ഖാന്റെ പേരുകൾ നിനക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞുകൊണ്ട് നിനക്ക് വേണ്ടി VP വിഭീഷൺ എന്റെ അടിപൊളി പേര് മാറ്റി രാഹുലിനാക്കിയവനാണ് ഞാൻ. യുനോ ഹീസ് സച്ച് എ ബിസി മാൻ. ഡാഡി ഒന്ന് നിലത്ത് നിൽക്കണ്ടേ? ഫ്ലൈയിങ് ഓർ ഫ്ലൈയിങ്, ഓൾവേസ് അപ്പ് ഇൻ ദി എയർ. തന്തയെന്ന് പറഞ്ഞിട്ട് എന്തായാലും ഒരു സമയത്ത് നിലത്തില്ല ബ്രോ. ഡാഡി ബിസിയാണെന്നുള്ള കാര്യമൊക്കെ ഞാൻ സമ്മതിച്ചു. ബട്ട് വൺ ഡേ രാഹുൽ താമസിക്കുന്നിടത്ത് എന്റെ ഡാഡി ഒന്ന് വരും കേട്ടോ. സ്നേഹ ഒറിജിനൽ ആണോ ഇത്? അതെ സർ. സാർ വേണേ പ്ലേ നോക്കിക്കോളൂ. അവിടെ സ്വിച്ച് അവിടെ ഉണ്ട്. ബൾബ് കത്തില്ലാട്ടോ.
ഇനി എന്ത് മാസം പറയണം. ഗുഡ് മോർണിംഗ് സർ. ഇന്നത്തെ സോറി സർ. സർ, ഇന്ത്യയിൽ കണ്ടുവരുന്ന 24 തരം വാദങ്ങളും വരാതിരിക്കാനുള്ള ചെരുപ്പാണ് സർ ഞാൻ ഇന്ന് പറ്റാൻ പോകുന്നത്. അത് കൊള്ളാലോ. അങ്ങനെ ചെരുപ്പുണ്ടോ? ഉണ്ട് സർ. ആ ചെരുപ്പാണ് അമൃത ഓർഗാനിക് ലൈഫിന്റെ ഈ ചെരുപ്പ്. നിന്റെ ഏതപ്പനാടി പോലീസ്? സൗണ്ട് എന്താ മോനെ വയറുവേന എടുക്കണ്ട? കക്കൂസ പോണാ? എന്റെ വീട് ഇവിടെ അടുത്താ. പോകാനാ? എങ്ങോട്ട്? എന്തൊരു മനുഷ്യനാണിത്? നല്ല കാര്യം പറഞ്ഞ പോകാനേ. ഞാൻ പോകാണ്. സ്വച്ഛ ഭാരത് അറിയാത്ത തെണ്ടി. അങ്ങനെ ജോലിയുടെ തുടക്കം ഗംഭീരമായി. സിനിമയുടെ പുറകെ നടന്ന് കുറെ വൈകിയാ കെട്ടിയത്. മദ്രാസി വെച്ചാ ഒരിക്കൽ ഒരു പടത്തിന്റെ ഷൂട്ടിംഗ് നടക്കുമ്പോ ദ്രവിച്ച പട്ടര കുടുംബത്തിൽ ഒരു പെൺകുട്ടി അഭിനയിക്കാൻ വന്നു. ഞാനായിരുന്നു അസോസിയേറ്റ് ഡയറക്ടർ. അവരുടെ കൂടെ വന്നൊരു വയസ്സിൽ തള്ള പറഞ്ഞാണ് ഈ കുടുംബത്തിന്റെ ഒരു ഗതികേടൊക്കെ ഞാൻ അറിയുന്നത്. ഞാൻ അവളെ അഭിനയിപ്പിച്ചില്ല. പകരം പൊന്നുപോലെ നോക്കിക്കോളാന്ന് പറഞ്ഞു. അവരുടെ വീട്ടുകാരെ അടുപ്പിച്ചില്ല. പിന്നെ കുറച്ചുനാൾ കഴിഞ്ഞപ്പോ ഞാനും നമ്മുടെ ജോൺസൺ ഇല്ലേ, മ്യൂസിക് ഡയറക്ടർ, അവനും കൂടെ പോയി രാത്രി വിളിച്ചിറക്കി കൊണ്ടുവന്നു. കല്യാണം കഴിച്ചു, കൂടെ താമസിപ്പിച്ചു. 7 വർഷം. എന്നിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പയ്യനുണ്ടായിരുന്നു. ഒരു ഡാൻസുകാരൻ ചെക്കനാ, മിടുക്കനാ. എനിക്ക് എൻ്റെ ഒരു അനിയനെ പോലെ ആയിരുന്നു. എപ്പോഴും അക്ക അണ്ണാന്നൊക്കെ പറഞ്ഞ് വീട്ടിൽ കയറി വരും, ചാപ്പാടൊക്കെ അടിക്കും. ഒരു ദിവസം രാത്രി ഒരു തെലുങ്ക് പടത്തിന്റെ ഇച്ചിരി നീണ്ട ഷെഡ്യൂളൊക്കെ കഴിഞ്ഞ് ഞാൻ ഹൈദരാബാദിൽ നിന്ന് മദ്രാസിലെ വീട്ടിൽ വന്നപ്പോ കാണാൻ പറ്റാത്തൊരു സാഹചര്യത്തില്, ആർക്ക് സഹിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തില് ഇവനും ഇവളും കൂടെ കുഞ്ഞിനെ ഉറക്കിക്കിടത്തിയിട്ട് കൊല്ലണമെന്നുണ്ടായിരുന്നു എനിക്ക്. അപ്പോഴൊക്കെ എനിക്ക് എന്റെ മോളെ കാണണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു. അന്ന് 3 വയസ്സായിട്ടില്ല ഞാൻ ഇറങ്ങി പോരുമ്പോ. രാജ്യങ്ങൾ തമ്മിലുള്ളതിനേക്കാൾ ദൂരം ചിലപ്പോ ഒരുപാട് സ്നേഹിക്കുന്ന മനുഷ്യർ തമ്മിൽ വരും. ഇനി പറ, നിന്റെ ഒക്കെ ദുഃഖം சொல்லலான்னு வந்ததானு என் கதையோட உன் கதையோட ரொம்ப கஷ்டமான. ഞാനിത് പറഞ്ഞു ഇന്നത്തെ നമ്മുടെ ഒരു ഇതങ്ങ് പോയല്ലേ. ഇനിയിപ്പോ ഇവനെ എന്തെങ്കിലും ചെയ്യാൻ പറ്റും. നീ പഴയത് ഏതെങ്കിലും ഒരു 4 വരി അങ്ങോട്ട് പിടിച്ചേ. ജോൺസൺ തന്നെ. രാത്രി ഇതിന്റെ മറ്റേടത്തെ ഒരു പാട്ട് എന്താടാ നോക്കണത്? ഇടിച്ച് കൂമ്പ് ഞങ്ങൾ കെട്ടൊരു പടം. റൈസ് അടിച്ചാലുണ്ടല്ലോ ഉരുളക്കിഴങ്ങറിയും പൊറോട്ട ആയിരിക്കും. എന്താണ് ഈ കാലത്ത് തന്നെ കുറെ ബംഗാളികൾ ചമ്പക്കരയിൽ വള്ളംകളി. ഇവന്മാരാകുമ്പോ ഒരാൾക്ക് 500 വെച്ച് കൊടുത്താൽ അടിപൊളിയായിട്ട് പറഞ്ഞു. അപ്പൊ ഇനി അമ്പലത്തിൽ വെളിച്ചപ്പാട് ഉള്ളാനും കഥകളിക്കൊക്കെ ഇവന്മാരെ വിളിക്കൂ. ഇവന്മാരങ്ങനെ കുറച്ച് കണ്ട. ഇവന്മാരുടെ കൂട്ടത്തിലൊരുത്തിന് എഴുതിയ ബുക്കുണ്ട്. മലയാളികളുടെയും ബംഗാളികളുടെയും ജീവിതത്തെ ആസ്പദമാക്കിയ ബുക്കാ. ഇവന്മാര് വണ്ടിയിൽ നിന്ന് വീഴാനും വള്ളത്തിൽ നിന്ന് വീഴായിരുന്നാ മതിയായിരുന്നു. എല്ലാ പണിയറിയാൻ എനിക്കറിയാൻ പാടില്ലേ. ബംഗാളിൽ വെള്ളം വേണ്ടേ? ഇവന്മാര് കുളിക്കാത്തോ? വെള്ളം ഉണ്ടായിട്ട് നീ കുളിക്കണില്ല. ജോലിക്ക് കേറില്ലയോ? മറ്റുള്ളവരൊക്കെ പോന്നേ കണ്ടു. ഞാൻ മോനെ ഒന്ന് കാണാൻ വന്നതാ. മോനെ അങ്ങോട്ട് വന്ന അടിപിടിയൊന്നും ഉണ്ടാക്കണ്ടായിരുന്നു. തെറ്റ് അവൻ്റേത് തന്നെ ആയിരിക്കാം, അതെനിക്കറിയാം. പിന്നീട് അപ്പച്ചൻ ഒരു ശുദ്ധനായിരുന്നു. അങ്ങനെയുള്ളവർക്ക് ബിസിനസ് പറ്റിയല്ലോ. പാർട്ട്ണർ നന്നായിട്ട് അങ്ങ് പറ്റിച്ചു കളഞ്ഞു. കൊടുക്കാൻ കടവും കടത്തിന് മീതെ കടവും ആക്കി വെച്ച് അതിയാനങ്ങ് പോയി. നിസ്സാര കാശിന് അവിടുത്തെ വീടും സ്ഥലവും ഒക്കെ പള്ളിക്കാർക്ക് വിറ്റത്. വിറ്റതെന്ന് പറയാൻ പറ്റത്തില്ല, അവരത് ഏറ്റെടുത്ത് ഞങ്ങളെ ഒന്ന് സഹായിച്ചതാ.
എന്നെങ്കിലും കാശുണ്ടാവുമ്പോ അത് തിരിച്ചു വാങ്ങിക്കാൻ അമ്മച്ചെന്ന് അവൻ എപ്പോഴും പറയും. വഴക്കും അടിപിടിയൊക്കെ ഉണ്ടാക്കുന്നതിന് പകരം എതിരെ നിൽക്കുന്നവന്റെ ഉള്ളെന്നറിയാൻ ശ്രമിച്ച എല്ലാരും പാവങ്ങളാ മോനെ, വെറും പാവങ്ങളാ. അതുകൊണ്ട് വഴക്കിനും ബഹളത്തിനും ഒന്നും ഇനി അങ്ങോട്ട് വന്നേക്കരുത്. അവിടെ ഞാൻ മാത്രമല്ല, അവന്റെ പെണ്ണൊരുത്തിയുണ്ട്. അവിടെ വയറ്റിലൊരു കുഞ്ഞും. ഇത്തിരി മധുരസേവയും കായ വറുത്തതുവാ. പിന്നെ എല്ലാ ഹോട്ടലും സ്നാക്സ് ഇരുന്നത് அவங்களால கொடுக்க முடியும். இது அவங்க பையனுக்கு சொல்லலாம்ல. இவங்க வீட்டில் பாட்டு பாடுங்க, அவன் ஏன்டா தேவலாம் ஆகிவிட்டான். തമിഴ്കാരനാ? ഹലോ, ഇതിപ്പോ എത്ര ദിവസമായി ഒരു റിപ്ലൈ തന്നില്ലല്ലോ. കൊച്ചേ, താൻ താമസിക്കുന്നിടത്ത് അല്ലെങ്കിൽ നാടെവിടെയെന്ന് പറഞ്ഞാൽ മതി, ഞാൻ അമ്മേനെ കൂട്ടി വരാം. കെട്ടമണിയുടെ കോണ്ടാക്ടർ വർക്കാണേ. 10-20 പണിക്കാരൊക്കെ ഉണ്ട് സ്ഥിരമായിട്ട്. 2 മിനി ടിപ്പർ, സിമന്റ് മിക്സർ സ്വന്തമായിട്ട്. തന്റെ പൊന്നു പോലെ നോക്കണം. അല്ലാണ്ട് എനിക്ക് എന്താ തന്റെ പ്രശ്നം? ഇനിയിപ്പോ ഞാൻ ആത്താനും പേത്താനും പറയണോ കൊച്ചേ? ഓക്കെ, അതിനൊരു റിപ്ലൈ കിട്ടണം, അത്രല്ലേ ഉള്ളൂ. അത്രേ ഉള്ളൂ. ആ, എന്നാ കേട്ടോ, ഇനി എന്റെ പിറകെ നടക്കണ്ട. എനിക്ക് ചേട്ടനെ കല്യാണം കഴിക്കാൻ ഒരു താല്പര്യമില്ല. കാരണം ബാക്ടീരിയ. ബാക്ടീരിയ? ഞാൻ இப்படிலாம் കൊടുക്കേണ്ട കടകളൊക്കെ അറിയാലല്ലേ. ரேசிஸ்ட் இல்ல இல்ல. அப்படின்னா என்னடா ரேசிஸ்ட்னு? இதுவே ஆசிஃப் அலி அந்த மாதிரி பண்ணிருந்தாருன்னா என்ன சொல்லி இல்ல எல்லாம் லெஜெண்ட் பண்ணால எடி லெஜெண்ட் பண்ணால போன വീക്ക് ഒത്തിരി பண்ண എല്ലാത്തിനും ഇമോഷൻ കൂടി ഇരിക്കുമ്പോ ഒരു തരിപ്പിനങ്ങ് വന്നു പോയതാ. നല്ല ഫിറ്റ് ആയിരുന്നുകൊണ്ട് വീട്ടില് അമ്മച്ചിയും വൈഫൊക്കെ ഉണ്ടായിരുന്നത് ഓർത്തില്ല. ബെന്നിയുടെ ഒറ്റ അടിക്കില്ല ഞാൻ. എന്നാലും എനിക്കിട്ട് 4 പൊട്ടിച്ച ബെന്നിയുടെ കലിപ്പ് തീരെ ഇവിടെ ഇട്ട് എന്നെ തല്ലി. തല്ലുന്നില്ലെങ്കിൽ ഇനി നമ്മൾ തമ്മിൽ ഒരു പ്രശ്നമില്ല. ഞാൻ പറഞ്ഞല്ലോ, തെറ്റെന്റെ, എന്റെ മാത്രം. സോറി. നീ എന്താ പറഞ്ഞേ? തെറ്റ് നിന്റെ മാത്രമാണ്. അങ്ങനെ ആയിരുന്നു വെച്ചാ നേരം വെളുത്തപ്പോ മുട്ടിനുണ്ടായിരുന്ന നിന്റെ കാല് കാണില്ലായിരുന്നു. സാരമില്ല, അപ്പൊ എല്ലാം നീ പറഞ്ഞതുപോലെ കുഴപ്പമില്ല. എനിക്കിഷ്ടമാണ് മുഖത്ത് നോക്കി കാര്യം പറയുന്നവരെ. பாசிட்டிவ் வைப்ஸ் കാണാം നമുക്ക്. அவர் போட்டு தள்ளுற ஒரு குறிக்கோள். ഒരു പൈങ്കിളി സീരിയലിന് ഇതിലും നല്ല തട്ടിപ്പ് പ്രൊമോ ലൈൻ ഉണ്ടോ? അയ്യോ, തട്ടിപ്പല്ല, പ്രതികാരം. അല്ലേ സാറേ, ഒരു മിനിറ്റ്. ഹലോ, പറയടാ. അല്ലെങ്കിൽ വൈകുന്നേരം നേരത്തെ വരുമോ? ഈ തെണ്ടിന് പോലെ ചെലവുണ്ട്. ഡാൻസ് ബാർ പോവാ. പബ്ബിങ് ആ ബംഗാളികളില്ലേ, അവര് വള്ളങ്ങളിൽ സെക്കൻഡ് അടിച്ച്. ഇവിടെ ഡബിങ് ഞാൻ പണിയില്ല. നോക്കിട്ടടാ, ഞാൻ പറയാം. അല്ല, പറഞ്ഞാ പോലെ വരണം. എന്റെ പണി തീർന്നിട്ടില്ല, അത് കഴിയട്ടെ. ബാക്കി എടുക്കാം. തിങ്കൾ മുതൽ വെള്ളി വരെ രാത്രി 7:30 കണ്ണീർ കടൽ പക്ഷി. മറക്കാതെ കാണുക. ഓക്കെ, സൂപ്പർ. അടുത്തത് നോക്കാം. സാറിന് ഇത്രേ ഉള്ളൂ. ഇവിടെ പ്രവീൺ റെഡിയാ. കണ്ണീർ കടൽ പക്ഷി. നീ കയറിക്കോ. സാറേ, സാറിനെ കാണാനാരോ വന്നിട്ടുണ്ട്. ചിലപ്പോ രാജ്മൗലി ആയിരിക്കും. ബാഹുബലി സൂപ്പർ ആക്കി എന്റെ ട്രീറ്റ് തരാം. ബെന്നി ഒരു വാക്ക് ഏറിയ ഒരു 2 മാസം. അതിനുള്ളിൽ ബെന്നി കാശുമായി വന്നില്ലെങ്കിൽ സ്ഥലം ഫാക്ടറിക്കാർക്ക് തന്നെ കൊടുക്കേണ്ടി വരും. അച്ഛന്ന് ഫോൺ ചെയ്ത് പറഞ്ഞപ്പോ തന്നെ ഞാൻ പണി തുടങ്ങിയതാ. എന്ത് പണി? എന്നാക്കെ നീ പറയുന്നേ? അത് സമയമാകുമ്പോ ഞാൻ പറഞ്ഞോളാം. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. ഞാൻ കാശുമായി വരും. നിയമത്തിനും കോടതിക്കും ഒന്നും മനസ്സിലായില്ലെങ്കിലും തമ്പുരാൻ എന്നെ മനസ്സിലാവും. തമ്പുരാന് മനസ്സിലാവട്ടെ, അവൻ കൂടെ നിൽക്കട്ടെ. ഏത് കാലത്ത് എന്നെ ഉണ്ടാക്കി എന്ന് പറഞ്ഞാലും എന്നാത്തിനാ? കറൻസി എത്ര? 1 CR. പിന്നെ ഡോളറും റിങ്കറ്റും. ബിസ്ക്കറ്റ് 15. அவங்க அப்பா கொண்டு வந்தான்னு சொன்னாரு. ஏமாத்திட்டேன். அவங்க அப்பா சாவடிச்சு சொன்னாங்க. அந்த இதுல என்னால ബിസിനസ്സിൽ ഇതിനാണ് കടசி. ചേട്ടനെ അങ്ങോട്ട് വരാന്ന് പറഞ്ഞിട്ട് ആര് പറഞ്ഞാ? ഞാൻ പറഞ്ഞോ നിന്നോട് വരുമെന്ന്? മനുഷ്യൻ 8 മണിയായപ്പോ തൊട്ട് ഇവിടെ വന്ന് കുത്തിയിരിക്കണതാ. എവിടെയെങ്കിലും പോകുമ്പോ താക്കോൽ ഇവിടെ വെച്ചിട്ട് പോണെന്ന് പറഞ്ഞിട്ടില്ലടാ.
നിങ്ങളെ ഞങ്ങൾ അങ്ങോട്ട് വിളിച്ചതാണല്ലോ. നീ വിളിച്ചോടത്തൊക്കെ ഞാൻ വരണോ? ഞാൻ അങ്ങോട്ട് പറഞ്ഞ എന്താണെന്ന് നീ കേട്ടോ? അതെ ചേട്ടൻ ഇപ്പൊ നല്ല ഫിറ്റാ, നമുക്ക് നാളെ ബോധമുള്ളത് സംസാരിക്കാം. എനിക്ക് ബോധമുണ്ടോന്നൊക്കെ നിങ്ങളാണോ തീരുമാനിക്കുന്നത്? കുടിച്ചടാ, ഞങ്ങൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. പോടാ ഇടക്ക് എങ്ങനെയാ ആ പോൾക്കാരെ പൊട്ടും. നീ ഒന്ന് കിടക്കാൻ പോകുന്നു. വാ പേടിക്കേണ്ട, ഞാൻ കുറച്ച് വട്ടം അവിടെ മാറി നിൽക്കുകയായിരുന്നു. എനിക്ക് ഇതിന്റെ ഒരു ഹെൽപ്പ് വേണം. എന്ത് ഹെൽപ്പ്? എന്താന്ന് പറ. അവിടെ ഇത് കുറച്ച് ദിവസം കൂടെ അഡ്ജസ്റ്റ് ചെയ്യണം. അവിടെ വീട്ടിൽ വെച്ചാൽ സേഫ് അല്ല. അതാ വെന്നിത് കട്ടതാടാ. ഞങ്ങളെ ഈ ഗതിയിലാക്കിയ പരനാറിയുടെ കാറിന്റെ ചില്ല് പൊട്ടിച്ചെടുത്തതാ. ആ ഡ്രൈവർ അപ്പുറത്തേക്ക് ഓടിപ്പാഞ്ഞെത്തി. കുറെ ദൂരം എന്റെ പിന്നാലെ ഓടി. എന്റെ ഓട്ടോറിക്ഷ കണ്ടിട്ടുണ്ട്. ഏതായാലും ഒരാളെങ്കിലും അന്വേഷിച്ച് ഇവിടേക്ക് വരില്ല. നിനക്ക് ഒരു കുഴപ്പമുണ്ടാവൂല. എനിക്കിത് ഇവിടെ ഉള്ളവരോട് പറയാതെ ചെയ്യാൻ പറ്റില്ല. ഒരാളും അറിയരുത്. ഒരാളും ഏറിപ്പോയ ഒരാഴ്ചത്തേക്ക് മതി. ഒരാഴ്ചക്കുള്ളിൽ എടുത്തോണ്ട് പോകില്ലേ? ഞാൻ മരുവടാ. മദ്യപിച്ച് കഴിഞ്ഞാ എന്റെ കൺട്രോൾ കയ്യിൽ പോകും. പണ്ടേ അങ്ങനെയാ. എന്റെ കയ്യിലിരിപ്പുണ്ടാ നമ്മൾ തമ്മിൽ വഴക്കുണ്ടായെന്ന് എനിക്കും അറിയാം, നിനക്കും അറിയാം. എന്നിട്ട് നീ വന്ന് എന്നോട് മാപ്പ് പറഞ്ഞു. ഈ ബാഗ് കൈ കിട്ടിയപ്പോ എനിക്ക് ഭയങ്കര വെപ്രാളായിരുന്നു. എന്റെ കണ്ണെത്തുന്നിടത്ത് അത് ആരും വിശ്വസിച്ച് ഏൽപ്പിക്കുമെന്ന്. പക്ഷെ നിന്റെ അല്ലാതെ മറ്റാരുടെ മുഖം മനസ്സിലേക്ക് ഈ വെള്ളം അങ്ങോട്ട് കുടിച്ച് ഓരോന്നോർത്ത് കിടന്നിട്ടാ. ഇച്ചായനെന്തോ കുഴപ്പം പറ്റിയെന്ന് എന്റെ മനസ്സ് പറയുന്നു അമ്മച്ചി. ദേ വയറ്റിലൊരു കുഞ്ഞുണ്ടെന്ന് ഓർക്കണം. വെറുതെ ആദ്യ കയറ്റി അതിനൊന്നും വരുത്തണ്ട. കുടിക്ക്. അവൻ വൈകുന്നേരം കൂടി ഇങ്ങോട്ട് വിളിച്ചല്ലോടി. എടാ 12 രൂപ. കണവാ ഒരു സിഗരറ്റ്. ശ്വാസകോശം സ്പോഞ്ച് പോലെ ആയിപ്പോകുമോ എന്നുള്ള പേടി കാരണം പുകവലിക്കാറില്ല. എന്നാ നമുക്കൊരു കാപ്പി കുടിക്കാം. അതാണ് പിന്നെ നീ ഇത് അമേരിക്കന്നല്ലേ കൊണ്ടുവന്നിരിക്കണം. പോയിരുന്ന് പഠിക്ക്. അതെ എന്താ അത് ഈ എന്താന്ന് ചേച്ചി ദേ ഇങ്ങനത്തെയൊക്കെ കാണാറുണ്ടോ? എന്തായാലും അവിടെ ഒരു ശബ്ദം കേട്ടെ. ഒന്നുമില്ല ചേച്ചി, ഇവിടെ ഒരു പാറ്റേൺ അടിച്ചതാ. ആ അത്രേ ഉള്ളൂ. പെസ്റ്റിസൈഡുകാര് രണ്ടാമത് വരേണ്ട സമയമായി. അമ്മയ്ക്കൊണ്ട് കാണിച്ചു. എന്നാ ഷഫീക്ക് അവൻ എന്ത് എടുത്തി വന്നില്ലല്ലോ? എന്നേ നാളെ രാവിലെ എപ്പോഴെങ്കിലും സ്റ്റേഷൻ വരെ ഒന്ന് വരാൻ പറ. എന്നതാ എന്നാ കാര്യം? ചേർത്തി പറഞ്ഞാ മതി, രാവിലെ തന്നെ വരാൻ. നിങ്ങളുടെ പ്രാർത്ഥന നടക്കട്ടെ. അവിടുന്ന് നമ്മൾ പോകുന്നത് എന്തായി കഥ പറച്ചിലൊക്കെ? പകുതിയായതേ ഉള്ളൂ. സോറി കേട്ടോ, എന്റെ ഇന്നത്തെ ഷിഫ്റ്റ് കഴിഞ്ഞു. ഇത് ഡോക്ടർ ടോണി. എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു ഏൽപ്പിച്ചിട്ടുണ്ട്. പേടിക്കണ്ട, സാറിന് ഇന്ന് തന്നെ വീട്ടിൽ പോവാം. താങ്ക് യു ഡോക്ടർ. ഒരു ആശുപത്രിയിലാണെന്നുള്ള ഫീലിംഗ് ഉണ്ടായേ ഇല്ല. അപ്പൊ വീണ്ടും കാണാം. ഒരു വൈകുന്നേരം. ഇതെന്റെ തലവിധിയാ. കൈവിട്ടു പോയതൊക്കെ തിരിച്ചു പിടിക്കാവുന്ന ഒടുവിലത്തെ ലോട്ടറി ആയിരുന്നു അത്. അങ്ങേരെ അന്വേഷിച്ചു പോവെന്ന് വെച്ചാൽ മദ്രാസിലേക്കൊന്നും പോവില്ലായിരിക്കും. നമ്മൾ തേടി ചെല്ലുന്നു. ഓട്ടടാ, ഓർത്തോണ്ടിരുന്ന സങ്കടം വരും. ഒരുപാട് സൂക്ഷിക്കണം. ഏറ്റവും നന്നായി കൺവിൻസ് ചെയ്യാൻ പറ്റുന്നവർക്ക് ഏറ്റവും ഈസിയായിട്ട് പറ്റിക്കാനും പറ്റും. ഈ മുന്നിൽ കാണുന്നൊക്കെ മനുഷ്യനായിട്ട് ഉണ്ടാക്കിയതല്ലേടാ.
നന്നായിട്ട് ഏതായിരിക്കും കഷ്ടപ്പെട്ട ഡബിങ് വേറെ കൊണ്ട് പാക്കുறேன்னு കൈവിട്ടു പോയതൊക്കെ എന്തെങ്കിലും തിരിച്ചു പിടിക്കാൻ പറ്റും. അപ്പൊ ഇനി അവനവന്റെ കാര്യം അവനവന്റെ ജോലി, ബാക്കിയെല്ലാം മനസ്സിൽ നിന്ന് കളഞ്ഞേക്കണം. அவரு டப்புன்னு பார்க்க அரைக்கல குண்டா ചേട്ടന്മാരെ ഞങ്ങള് ഫ്രണ്ട്സാ. ഞങ്ങള് ചുമ്മാ തമാശക്ക് അടിയുണ്ടതാ. നിന്റെ അണ്ണാക്കി പിരിവിട്ടിരിക്കായിരുന്നേടി മനുഷ്യനെ മെനക്കെടുത്താനായിട്ട് പോടാ, വെറുതെ ഇതിന്റെ പുറകെ എവിടെ ചുറ്റും പറിച്ച് വന്നേക്കണം പൊട്ടിക്കാൻ. അതെ, ഹലോ ഹലോ, സോറി, റിയലി സോറി. എന്റെ സെയിം റൂട്ടിൽ ബാഗും തൂക്കി സെയിൽസിന് വന്നാ നമ്മുടെ രണ്ടുപേരുടെയും കച്ചവടം നടക്കില്ല. അതാ ഞാനന്ന് അങ്ങനെ. അതിന് ചവിട്ടണം. ഒരു പോലീസുകാരന്റെ മോള് വന്നേക്കും. അയ്യോ, ജീവിക്കാൻ വേണ്ടി ഒരു നമ്പർ ഇറക്കിയുള്ളൂ. അതങ്ങനെ മതി കേട്ടോ. പിന്നെ എന്റെ കൈ കയറി പിടിച്ച ഞാൻ ചവിട്ടും അടിക്കും. അത് എന്റെ കുഴപ്പമില്ല, അതെന്റെ നാടിന്റെ കുഴപ്പമാണ്. ഡ്രൈവർ അണ്ണാച്ചേക്കല്ലേ, കാറിന്റെ അടുത്ത് മാറിപ്പോയിരുന്നിട്ടെന്ന് പലവട്ടം പറഞ്ഞ ഞാൻ ആ തലകെട്ടൊരു ശബിയോട്. അവന്റെ ഒരു ഒടുക്കത്തെ ഒരു ഫാഷൻ പരേഡ് എത്തിയോക്കാൻ പോലെ 2.5 കോടിയാ പോയത്. രേഖാചിത്രം വരയ്ക്കുന്നുണ്ടല്ലോ, ആളെ നമുക്ക് പൊക്കാം. അത് നമ്മളവിടെ ഉള്ള MLA ആണ്. ഹലോ, SI സാറല്ലേ? എന്താ കാര്യം? വരാം. സാർ, സ്വർണ്ണം, റിംഗറ്റും ഡോളറും ഒക്കെ ഉണ്ട്. 2.5 കോടിയുടെ മുതൽ. ഇരിക്കടോ. തലമുടിയോ കൊഞ്ചം. ആ ദേവനെ അങ്ങോട്ട് വിളിക്കും. ശരി സാർ. അതിപ്പോ ഒരാള് അയാളുടെ രൂപരേഖ ഇങ്ങനെ വരച്ചോണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും പിടി കിട്ടും ആളെ കിട്ടിക്കഴിഞ്ഞ. ഇതാ ഞാൻ പറഞ്ഞ ബേക്കറി സാധനങ്ങൾ. മനസ്സിലായി സാർ. ഇവിടുത്തെ ASI വൈറ്റിലെ ചേർത്തല റൂട്ടില് 5 ബേക്കറി ഉണ്ട്. ഇയാളുടെ അമ്മായിപ്പിന് തനിക്ക് കുറച്ച് ഐറ്റംസ് റെഗുലറായിട്ട് സപ്ലൈ ചെയ്യാൻ പറ്റിയ നല്ല കാര്യമല്ല. അപ്പൊ ഒന്ന് കണക്ട് ചെയ്യാന്ന് വിചാരിച്ച് വിളിപ്പിച്ചതാ. ദേവ, നമ്പർ അങ്ങോട്ടും ഇങ്ങോട്ടും വാങ്ങിക്കോ. ശരി സാർ. എന്താണ് ഒരു സന്തോഷമില്ലാത്തത്? എന്നെക്കാളുണ്ട്. അല്ല, ഹലോ, ഞാൻ എവിടെയോ കണ്ടു പരിചയമുള്ള ഒരു മുഖം പോലെ. എന്റെ അയൽവാസിയാ. നമ്മളെനിക്ക് തെറ്റിയായിരിക്കും. റെഡിയായി സാർ. കൊണ്ടുപോവാ. സിമിലർ ആണോ? ചായ ഉണ്ടോന്ന്? കറക്റ്റ് സാർ. ആരാ? ഉറപ്പാണോ ഇയാളാണെന്ന്? കണ്ടിപ്പാ സാർ, ഇതെന്നാ இந்த படம் ரெஃபரன்ஸ் கில்லி ചെവിടി പാട്ട് പാട്ടുവാ പാട്ട് മെസ്സാ ചെവിടി കണസമാ. ഇത്രയും വലിയ ടോപ്പിക്ക് താമസിക്കുമ്പോഴേ എന്നെ എന്താ പണിയെന്ന് ചോദിച്ചാ പോലീസിലാണെന്ന് വെച്ച് കാറ്റും. അതിനെ അല്ല, എത്ര നാളായി? ആറ്റുകാലമ്മച്ചാണ് ഇന്നുണ്ടാക്കി. ഇവിടെ പറഞ്ഞ കേട്ടാ, കുറെ നാളായോ? കുറച്ചു നാളായുള്ളൂ. പക്ഷെ മതിയായോ? എന്താ? ഇതൊരു പള്ളിയിലച്ഛന്റെ ഭക്തിഗാന DVD. സ്നേഹസ്പർശം. ഞാനിതൊരു പണിയായിട്ടൊന്നും ചെയ്യുന്നല്ല. പിന്നെ വലിയൊരു പണി കിട്ടി. അതിൽ നിന്ന് പുറത്തു കിടക്കാൻ ചെയ്യുന്ന ചെറിയൊരു പണി, അല്ലാതെ ശമ്പളത്തിനൊന്നും. അത് കൊള്ളാലോ. അങ്ങനെയാണെങ്കിൽ ഞാനിത് വിറ്റെന്നാ എനിക്ക് കമ്മീഷൻ തരൂ. വെറുതെ ബാഗും തൂക്കി കൂടെ വന്നാ മതി. നമുക്കിത് കോംബോ ആയിട്ട് വിറ്റാലോ? കോംബോ? കോംബോ. എനിക്കത് കമ്മീഷൻ തരുമെന്ന് പറ. അങ്ങനെയാണെങ്കിൽ ഞാൻ അത് പുട്ടുപോലെ വിറ്റുതരാം. 12 പാട്ടുകളുള്ള DVD. വേണ്ട വേണ്ട വേണ്ട. ഈ വാദം വരാതിരിക്കാനുള്ള ചെരുപ്പ് വാദമൊന്നും വരില്ല. അയ്യോ, ഈ അനാഥ കുട്ടികളുടെ ചാരിറ്റിക്ക് വേണ്ടി വിൽക്കുന്ന ഇത് രണ്ടും. ആണോ? എനിക്ക് കാശ് എടുത്തിട്ട് വരാം. ഇന്ന് തന്നേക്കാം. ഒന്ന് അനങ്ങി നടക്ക്. ഇതൊക്കെ വിൽക്കണ്ടേ?
കുറച്ച് സ്മാർട്ടായി നടന്നാലേ ഇതൊക്കെ ഇതാവുള്ളൂ. മൂവി ആണോ? അതേ വീട് അതே வீடு கார் கல்லுன்னு தெரியல. அதே பிஸ்னஸ் எக்ஸ்பேண்ட் ஆகுதா? டீசெண்டாக இருக்கு படம். കോമ്പോസിൽ എന്റെ പണി എളുപ്പമായി. ആഹാ കൊള്ളാലോ. എന്നാ നമുക്ക് ഒന്നരാടം വെച്ചാലോ? ഒന്നരാടോ? ആ മക്കളെ മുഖം നോക്കി ശാസ്ത്രം പറയട്ടെ. ഭാവി വേണ്ട അമ്മച്ചി. മോനൊരു പെങ്കൊച്ചിനെ ഇഷ്ടപ്പെടുന്നില്ലേ? പക്ഷെ ആ ഇഷ്ടം പറഞ്ഞിട്ടില്ല അല്ലേ? മോനാണെങ്കി ഒരുത്തിയെ വല്ലാതെ സ്നേഹിച്ചിട്ടുണ്ട് ഒത്തിരി നാള്. അവളിപ്പോ കൂടെ ഇല്ല. കല്യാണം കഴിഞ്ഞു കാണണം അല്ലേ? ഹലോ ചേച്ചി, ബാക്കി ഞാൻ സൗകര്യം പോലെ പറഞ്ഞു കൊടുത്തോളാം. അത്യാവശ്യം മുഖശാസ്ത്രജ്ഞൻ ഞാനും പറ്റിയതാ. പിന്നെ വയറിൽ എവിടെങ്കിലും ഒരു ചില്ലോ കമ്പിയോ തറച്ചു കയറി ഓപ്പറേഷൻ വേണ്ടി വന്നിട്ടുണ്ടോ? കണ്ടോ മക്കളെ, ശാസ്ത്രം കള്ളം പറയത്തില്ല. എന്നാ ശരി. അതെ, ഇളയമോളുടെ കല്യാണം എന്നല്ലേ പറഞ്ഞേ? ഇതിരിക്കട്ടെ. എത്ര ഉണ്ടെന്നൊന്നും അറിയില്ല, പക്ഷെ സ്വർണ്ണമാണ്. അവര് പോയി. എനിക്ക് ഒരു കാര്യമുണ്ട്. എന്ത് പറയേ? കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്ന പെൺകുട്ടിനെ ലൈനിലാക്കാൻ ഹെൽപ്പ് ചെയ്യുമെന്ന്. ഏത് പെൺകുട്ടി? ആ മെഡിക്കൽ ഷോപ്പിലെ എല്ലാ പെൺകുട്ടി. ആ പെൺകുട്ടി ഒരു നല്ല മാച്ചാണല്ലേ? ആ പെൺകുട്ടിയല്ല, അതിന്റെ അപ്പുറത്തേക്ക് പെൺകുട്ടി. ആ യുവതി നമ്മൾ എത്ര ചിരിച്ചാലും ഭയങ്കര കലിപ്പ. ഒന്ന് ചിരിക്കുക പോലുമില്ല. അല്ല, നീ ഡെയിലി എന്താ വാങ്ങിക്കുന്നത്? ഫിക്സ് ഔട്ടായി. ഡെയിലി? ആ ഡെയിലി. എന്താ? അല്ല, ഞങ്ങൾ എന്താ ചെയ്യണ്ടേ? അവളൊന്ന് നോക്കി ചിരിച്ചാ മതി. അത്രേ ഉള്ളൂ. ആ ബാക്കി ഞാനേ ശരിക്കും മുഖശാസ്ത്രം അറിയും. എവിടെ? ആ അമ്മച്ചി 2 ആഴ്ച മുമ്പ് അവരുടെ കഥയൊക്കെ എന്നോട് പറഞ്ഞത്. പിന്നെ എല്ലാവരോടും പറയണ കൂട്ടത്തിൽ അവർ എന്നെ ഓർത്ത് കാണില്ല. ഞാനും വിചാരിച്ചു എന്തൊക്കെയായിരുന്നു വയറ്റില് ചില്ലോ കമ്പിയോ കൊണ്ട് ഓപ്പറേഷൻ ചെയ്തതിന്റെ പാട്. എത്ര എണ്ണം വേണം? ആവശ്യത്തിന് ഒരു സ്ട്രിപ്പ് എടുക്കട്ടെ? നല്ല മരുന്നാണോ? പിന്നെ ബെസ്റ്റ് മരുന്നാ. ചൊറിച്ചിലുണ്ടോ? ചൊറിച്ചിലോ? ചെറുതായിട്ടുണ്ടെന്നാ തോന്നുന്നു. 2 ദിവസത്തേക്ക് എരിവും പുളിയൊന്നും കഴിക്കണ്ട കേട്ടോ. ശരി. ഉപയോഗിച്ച വസ്ത്രങ്ങളൊക്കെ പുഴുങ്ങി അലക്കണം. പുഴുങ്ങിയോ? അലക്കാം. 121 രൂപ. 121? അല്ല, കുറഞ്ഞ മരുന്നൊന്നില്ലേ? ഇല്ല, കൃമികടിക്ക് ഇവിടെ ഒരു ഒറ്റ മരുന്നേ ഉള്ളൂ. കൃമികടിക്ക്. വാ വാ വാ, ബാഗ് എടുത്ത് വാ. ചേട്ടാ, പൈസ ഓടിക്കോ. നിന്റെ അവസാനത്തോട്ടൊന്നും മറക്കരുത്. എന്റെ അച്ഛനാ. ഇന്ന് കണ്ണമാലിയിലായിരുന്നു. നാളെ ആലപ്പുഴ പരിപാടിയുണ്ട്. തിരിച്ചു വരുമ്പോ നീ താമസിക്കുന്നിടത്ത് പറയാതെ വരാമെന്നാ കരുതിയത്. ഇതിപ്പോ സർപ്രൈസ് കിട്ടിയത് എനിക്കാണ്. മോളുടെ പേരെന്താ? അനു. എന്റെ ഫ്രണ്ട് അച്ഛൻ. കൂടെ ജോലി ചെയ്യുന്ന? അല്ല, ഒരു 2 കമ്പനിയും 2 ഓഫീസും. പക്ഷെ ഒരുമിച്ച ജോലി ചെയ്യണേ. ഞാൻ ഇച്ചിരി പഴയ ആളായതുകൊണ്ടാവും നിങ്ങൾ പറഞ്ഞതങ്ങ് കിട്ടിയില്ല. അല്ല, ഞങ്ങളും നിന്റെ ഫ്രണ്ടല്ലേ? ഞങ്ങളും ട്രൂപ്പിലുള്ളവരാ. തിരിച്ചു വരുമ്പോ രാത്രിയാണെങ്കിലും നിന്റെ അവിടെ കയറാം. എല്ലാരും ഒന്ന് കാണാമല്ലോ. ശരി. എന്താ അച്ഛൻ എന്തോർത്തുണ്ടാവും എന്തോ. എന്തു കുന്തോർത്ത നിനക്കെന്താടാ? സ്വന്തം അച്ഛനല്ലേ ഓർക്കണത്. അങ്ങനെ ഹാപ്പി ആയിട്ടുണ്ടാവും. എന്നാലും ഒരെന്നാലും ഇല്ല. ഇനി ഇതും പറഞ്ഞിരുന്നാലുണ്ടല്ലോ ഇടിയൂട്ടൊന്നും ഞാൻ വിചാരിക്കില്ല. ഒരൊറ്റ ചവിട്ടിച്ചിരും. അത് നിനക്കുണ്ട്. നീ എന്റെ കൂടെ ഒന്ന് നടക്കും. ഓ, അത് ശരി. നീ വന്ന് കേറിയ ശേഷം അവന് ഗുരുഗതിയും പരഗതിയില്ലാത്ത നാക്കുട്ടിച്ചത് കോടീശ്വരനെ എസ്കേപ്ഡ്. 24 മണിക്കൂറും വെള്ളം ഒടിച്ച് കിറങ്ങി നടക്കണ അലവലാതി ബെന്നി ഇല്ലേ? എടാ, നീ വന്ന് കേറിയതിന് ശേഷമല്ലേ ഞാൻ പോലും ഒരു പരസ്യത്തിൽ അഭിനയിച്ചത്. അപ്പൊ നിനക്ക് പ്രാന്തായതാണ്. അളിയ, നീ വന്ന് എനിക്ക് റോള് കിട്ടും. ഡയറക്ടർ രേവതി ഫ്ലാറ്റ് ആക്കണ ഞാനേറ്റ്.
അതൊന്നും ശരിയാവില്ല. അത് ശരിയാവൂല. പ്ലീസ് വിടും. ആന്ന് മതി. ആന്ന് കേട്ടാ മതി. അതല്ലേ. ഹലോ, വൈകിട്ട് എന്താ പരിപാടി? ഇവിടെ ഒരുത്തിന് പ്രാന്തായി, അത് തന്നെ പരിപാടി. അത് ഈ കൂടെ താമസിക്കുന്നവരുടെ നിന്ന് കിട്ടുന്ന ഒരു പ്രത്യേക തരം ഇതായിരിക്കും അല്ലേ? ഹലോ ഹലോ. അതെ, ഞാൻ വിളിച്ചത് നാളെ ഏതാ ഏരിയ? നാളെ ഇവിടെ ഒരുത്തന്റെ കൂടെ ഒരു ഫിലിം ഡയറക്ടറിന്റെ വീട് ചാൻസ് ഇതുണ്ട്. ഓ, അപ്പൊ നാളെ കോംബോ സെയിൽ നടക്കില്ല. ഓക്കെ സാറേ, അടുത്തുള്ള ആളുടെ അടുത്തൊരു ഓൾ ദ ബെസ്റ്റ് പറഞ്ഞേക്ക്. ഓഹോ. ഹലോ. ശരി എന്നാ, ബൈ. ഓക്കെ ബൈ. സെക്യൂരിറ്റി കയറ്റിവിടൂ. അതൊക്കെ ഈസി അല്ലേ. ഞാൻ ആരാന്നോ നിന്റെ വിചാരം? ആരാ എന്താ ആരാ എന്താ ഈ 2 വാക്ക് കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ സെക്യൂരിറ്റിമാർ തെണ്ടിപ്പോയാൻ. പുതിയ ആളാണോ? ഐ മീൻ 1 മാസത്തിനുള്ളിൽ? അതെ. ഐ ആം രാഹുൽ മേനോൻ, ചേച്ചിയുടെ കസിനാ. ഓ സോറി സാറേ. പേടിക്കണ്ട, ശമ്പളം കൂട്ടി തരാൻ പറയാം. ഡെയിലി ചാൻസ് ചോദിച്ചു വരുന്ന ആളുകളെ കൊണ്ട് മടുപ്പാന്നേ. അലവലാദികള് സാറ് കേറി. ഞങ്ങളെയല്ല പോരി. ചേട്ടൻ വന്നതില്ല, ഞങ്ങള് പോയിക്കോളാം. എന്റെ വേവ് വെച്ചല്ലേ. എങ്ങനെയുണ്ട്? എടാ, അഭിനയം എന്ന് പറഞ്ഞാൽ നാച്ചുറൽ ആയിരിക്കണം. ആക്ടിങ് ഈസ് വാട്ട് റിയാക്ടിങ്. ഇറ്റ് ഈസ് ബിഹേവിംഗ്, യു നോ. ആക്ടിങ് ഈസ് നോട്ട് റിയാക്ടിങ്. ഞാൻ അല്ല, ഈ ചാൻസ് ചോദിക്കാനാന്ന് പറഞ്ഞ സെക്യൂരിറ്റി ഇല്ല. അതാണ്. പ്ലീസ് മാഡം. ശരി, എന്നാ പൊയ്ക്കോ. അപ്പന്റെ ചാൻസ്. സി, ഞാൻ സ്വസ്ഥമായിട്ടിരുന്ന് എഴുതായിരുന്നു. സ്ക്രിപ്റ്റ് ഉണ്ടെങ്കിലല്ലേ ചാൻസ് തരാൻ പറ്റൂ. ഫോട്ടോ കൊണ്ടുവന്നിട്ടുണ്ടോ? ഉണ്ട് മാഡം. കോണ്ടാക്ട് നമ്പർ എഴുതി ആ ബോക്സിൽ ഇട്ടോളൂ. അയ്യോ, ഇങ്ങനെ എല്ലാരും പറയും മാഡം, പക്ഷെ ആരും വിളിക്കൂല. എന്നൊരു സ്പെഷ്യൽ കേസായിട്ട് എടുക്കണം. ഇപ്പൊ മാഡത്തിന്റെ ബന്ധുവാണ് ഞാനെങ്കിൽ എനിക്ക് മാഡത്തിന്റെ പടത്തിലൊരു ചാൻസ് തരില്ലേ? അയ്യോ, ക്രേസി. ക്രേസി അമ്മായിനെ അറിയോ? എന്റെ അമ്മയുടെ ഞങ്ങളുടെ ഭാര്യയാണ്. എങ്ങനെ പരിചയം? ഇയാൾക്ക് എന്താ ഭ്രാന്താണോ? മാഡത്തിന്റെ പച്ചമാങ്ങ എന്നുള്ള സിനിമയില്ലേ, അത് ഞാൻ 10-15 പ്രാവശ്യം കണ്ടിട്ടുണ്ട്. എന്റെ ബ്രദേഴ്സ് മോളിലുണ്ട്. അതിന് മാഡം ഒന്നും ചൂടാകണത് ഞാൻ പിടിച്ചു പറിക്കാനൊന്നും വന്നല്ലോ. മാഡം വിളിക്കാൻ പറഞ്ഞില്ലേ? നീ വന്നേ. അല്ല മാഡം ഒന്ന് ഇറങ്ങി പോടും. മാഡം ഒരു കാര്യം കൂടി പറഞ്ഞിട്ടോ മാം. മാഡം സ്ക്രീൻ ടെസ്റ്റ്. ഓ, അത് ശരി. എന്താ തന്റെ ഉദ്ദേശം? അല്ല, മാഡം ഇപ്പൊ അറിയപ്പെടുന്ന എഴുത്തുകാരിയും സംവിധായികയൊക്കെ ആണല്ലോ. അതുകൊണ്ട് സിനിമയുടെ കാര്യം കുറച്ചൊക്കെ എനിക്കും അറിയാം. എന്തറിയാന്ന്? മാഡം ആരോടും പറയൂലെങ്കിൽ, ആരോടും പറയൂലെന്നുണ്ടെങ്കിൽ എന്ത് ഞാൻ തയ്യാറാണ്. രാഹുൽ, ലക്കി ചാമെല്ലാം പോச்சு. ഇതാണ് കട്ടിക്കാട്ടച്ഛന്റെ ആശ്രമം. ഞാൻ മാസത്തിൽ 2 പ്രാവശ്യം വരും ചെക്ക് കൊടുക്കാനേ. ഗംഭീര സ്ഥലമാണല്ലേ. പിന്നെ ആശ്രമല്ലേ. ഇനി മുതല് ഇവര് കാശ് കുറെ ഉണ്ടാക്കണ്ടല്ലോടാ. മോളെ ഞാൻ വരാട്ടോ. ഹലോ. കട്ടിക്കാടച്ഛന്റെ പാട്ടുകളെ നമ്മൾ വിൽക്കണമെന്ന് തനിക്കറിയാലോ. എന്നിട്ട് ഇവിടെ പഠിപ്പിക്കുന്ന കാര്യം എന്നോട് പറഞ്ഞില്ല. അങ്ങനെ എല്ലാ സർപ്രൈസസും ഒറ്റയ്ക്ക് പറഞ്ഞ ലൈഫ് ഒരുമാതിരി ബുൾസ് അടിച്ച മാതിരി ആയിപ്പോലെ. അതെ സർ, ഇന്ത്യയിൽ കണ്ടുവരുന്ന 24 തരം വാദങ്ങളും വരില്ലേ സർ. പിന്നെ അമൃത ഓർഗാനിക് ലൈഫിന്റെ റംസാൻ സ്പെഷ്യൽ ഓഫറായ 400 rupees ഓൺലി സർ. അല്ല വേണ്ടേ? വേണം, പക്ഷേ ഇത് മേടിക്കുന്നതിന് മുമ്പ് എന്നോട് ചില ചോദ്യങ്ങൾ ചോദിക്കും. അതിന് കൃത്യമായിട്ട് ഉത്തരം പറഞ്ഞ എന്റെ ഈ ചെരുപ്പും ഈ പാട്ടും 50 വീതം നമ്മൾ വാങ്ങിക്കും. ഉത്തരം പറഞ്ഞ വാക്ക് മാറോ? പുത്തേഴത്ത് അബ്ദുൽ സലാം ഹാജിയാർക്ക് ഒറ്റ വാപ്പേ ഉള്ളൂ, ഒറ്റ വാക്കേ ഉള്ളൂ. സന്ധിവാദം അഥവാ ഓസ്റ്റിയോ ആർത്രൈറ്റിസ്. ഈ എല്ലുകൾ തമ്മിൽ ഒരയാതിരിക്കാൻ ഒരു നേർത്ത പാടയുണ്ട്. ഈ മെഡിക്കൽ സയൻസിൽ അതിനെ എന്നാണ് വിളിക്കുന്നത്.
ഈ കാട്ടിലേജിൽ ഉണ്ടാവുന്ന തേയ്മാനമാണ് സന്ധിവാദത്തിന്റെ തുടക്കം. പ്രായാധിക്യം, അമിതവണ്ണം, വ്യായാമക്കുറവ്, അങ്ങനെ പല പല കാരണങ്ങളും കൊണ്ട് ഇത് വരാം. സന്ധി മാറ്റിവെക്കുക എന്നുള്ളത് മാത്രമാണ് പിടിപെട്ട സന്ധിവാദത്തിൽ നിന്ന് ശാശ്വതമായി രക്ഷപ്പെടാനുള്ള ഒരേ ഒരു പരിഹാരം പോംവഴി ചികിത്സ. ഇത്ര മതിയോ? അങ്ങനെയൊന്നല്ല, അങ്ങനെയൊന്നല്ല. വാദം ഉണ്ടാവണത് അങ്ങനെയൊന്നല്ല. പിന്നെങ്ങനെയാ? അറിഞ്ഞു പറ. സുൽഫത്തെ, അസീന, ഒന്നുകൊണ്ട് വന്നേ. ആ വല്ലുപ്പ, ആ ഇങ്ങോട്ട് ഇറങ്ങി വാ. ഓളോട് പറയും, ഓള് ഡോക്ടർ. നിങ്ങളുടെ കള്ളിപ്പ നമ്മള് പൊളിച്ചുതരാം. ഞാൻ ഈ ചെറിയ ചാരിറ്റി, ഇതെന്റെ ഫ്രണ്ടാ, ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിട്ടാ. പഠിച്ചോനെ, ഐ വാസ് റിയലി ഷോക്ക്ഡ്. ഉമ്മ മെഡിക്കൽ കോളേജിൽ എന്റെ കൂടെ പഠിക്കുന്നതാ. അത് ശരി, ഡോക്ടർ ആവാൻ പഠിക്കുന്ന കുട്ടിയല്ലേ? ഇതാരാണെന്നാ പറഞ്ഞേ? ഞാൻ ഒരു ആശ്രമത്തിലെ അന്തേവാസിയാണ്. മേഡം ഞങ്ങളെ സഹായിക്കുന്നതിന്റെ ഭാഗമായിട്ട് കൂടെ വരുന്നത്. ഇരിട്ടിയില് വലിയൊരു കലാമിറ്റി ഉണ്ടായത് ഓർക്കുണ്ടോ? ഉരുൾപൊട്ടലുണ്ടായത്. അന്ന് ഞാൻ 6ാം ക്ലാസ്സിലായി. കണ്ണൂര് സബ് ജില്ലാ കലോത്സവത്തിന് ഡാൻസിന് പ്രൈസൊക്കെ വാങ്ങി സന്തോഷമായിട്ട് വീട്ടിലേക്ക് പോരുമായിരുന്നു. അപ്പോൾ വീടിനടുത്ത വഴിയിൽ ആംബുലൻസിന്റെയും ഫയർഫോഴ്സിന്റെയും പോലീസുകാരുടെ ഒക്കെ ഭയങ്കര പരക്കം പാച്ചില്, നെലോളികള്. ആ ബഹളത്തിലൂടെ ഓടിച്ചെല്ലുമ്പോ എന്റെ വീടുണ്ടായിരുന്ന അവിടെ അങ്ങനെ ഒരു വീടില്ല. അച്ഛനും അമ്മയും അനിയനും ഒക്കെ ഒന്നിച്ചുള്ളൊരു ഫോട്ടോ പോലും ബാക്കി വെക്കാതെ വലിയൊരു ദുരന്തം അങ്ങനെ കൂളായിട്ട് കയറി ഇറങ്ങിപ്പോയി. പിന്നെ 2 വർഷം അമ്മയുടെ അനിയത്തിയുടെ വീട്ടിലായിരുന്നു. അവര് നമ്മളെ വേലക്കാരിയാക്കാൻ തുടങ്ങിയപ്പോ പഠിച്ച സ്കൂളിന്റെ അവിടുത്തെ കന്യാസ്ത്രീ മഠത്തിൽ ചെന്നിടന്ന് കരഞ്ഞ് നന്നായി പഠിച്ചോളാന്ന് പറഞ്ഞു. തൃശൂർ മെഡിക്കൽ കോളേജിലെ ഫൈനൽ ഇയറിന് മുമ്പുള്ള വെക്കേഷൻ എപ്പോ ക്ലാസ് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ശനി ഞായറും മാത്രം ഈ പണി. ഇതാവുമ്പോ നമുക്ക് ഫ്രീഡം ഉണ്ട്, അത്യാവശ്യം നല്ല കാശും കിട്ടും. പരിചയപ്പെട്ട ഉടനെ കഥകളൊക്കെ അങ്ങ് പറയാന്ന് വെച്ചാ അത് ഇത്തിരി ക്വാളിറ്റിയുള്ളവർക്ക് പറ്റില്ല. മനുഷ്യനായ ഒരു ഉള്ളുണ്ടാവണം, അതിനുള്ളിൽ ഒരു അകം ഉണ്ടാവണം. എന്നെ പഠിപ്പിച്ച അമ്മമാര് പറയാറുള്ളതാ. ഷെയർ മാർക്കറ്റിംഗ് ഒക്കെ കഴിഞ്ഞോ? ഷെയർ മാർക്കറ്റിംഗ്? ആ, രണ്ടുപേരും കൂടെ ഷെയർ ചെയ്തോണ്ടല്ലോ മാർക്കറ്റിംഗ്. അയ്യോ ചാളി, ഞാൻ ഫ്രണ്ടിൽ കയറിക്കോളാം. ഇത് പെട്ടെന്നാവട്ടെന്ന്. ശരിയപ്പോ പോട്ടെ, ഞാൻ വിളിക്കാം. വിളിച്ച് മരിക്കാണല്ലോ. ഹലോ, ഞാൻ എത്തിയടാ, നീ വെച്ചു. അപ്പോ ശരി, നാളെ കാണാം. പണിയെ നിങ്ങൾ തന്നെന്നറിയോ? എന്ത് ചതിയാ ചെയ്തെന്നറിയോ? അറിയാം, നല്ലതുപോലെ അറിയാം. അതുകൊണ്ട് ഇങ്ങോട്ട് വരാവുന്ന സാഹചര്യം അല്ലായിരുന്നിട്ട് പോലും ഇപ്പൊ ഞാൻ വന്നു ആ ബാഗ് തിരികെ ഏൽപ്പിച്ചിട്ട് പോവാൻ. അന്നൊരു ദിവസം നിങ്ങൾ ബാറിലോ മറ്റോ പോയി വരാൻ വൈകിയപ്പോ താക്കോൽ ഇവിടെ വെച്ചില്ല എന്നും പറഞ്ഞ് ഞാൻ കുറച്ച് കൺട്രോൾ വിട്ട് പെരുമാറിയത് ഓർമ്മയില്ലേ? 8 മണിയായപ്പോ തൊട്ട് വീടോന്ന് കുത്തിയിരിക്കണതാ. എവിടെയെങ്കിലും പോകുമ്പോ താക്കോൽ ഇവിടെ വെച്ചിട്ട് പോകണമെന്ന് പറഞ്ഞിട്ടില്ലടാ. അതിനു മുമ്പ് എന്തെങ്കിലും ഞാൻ നിങ്ങളോട് അങ്ങനെ പെരുമാറിയിട്ടുണ്ടോ? റെഡിയല്ലേ? നോക്കാം. സാറിനെ കാണാനാരോ വന്നു. എന്നെ കാണാം. ഞാൻ പോകുന്നതിന് ശേഷം അവർ ആന്ധ്രയിലോ മറ്റോ ആയിരുന്നു. எனக்கு கடவுள் தண்டனை கொடுத்துட்டாருங்க. அதனாலதான் என் பொண்ணுக்கு இப்படி ஆயிடுச்சு. എന്റെ മോക്കിപ്പോ 10-20 വയസ്സായി, വലിയ കുട്ടിയായി. അവളിപ്പോ ക്രിട്ടിക്കലായിട്ട് വലിയൊരു ആശുപത്രിയിൽ കിടക്കുക. അതുകൊണ്ട് വലിയ ഓപ്പറേഷൻ വേണം, അതിന് കുറെ ലക്ഷങ്ങൾ വേണം എന്നൊക്കെ പറഞ്ഞു കുറെ കിടന്ന് കരഞ്ഞു. எனக்கு வேற வழி இல்ல. ആശുപത്രിയിൽ പോകുമെന്നും മോളെ കാണുമെന്നൊക്കെ മനസ്സിൽ തീരുമാനിച്ചെങ്കിലും അതൊന്നും പറയാതെ ഞാൻ അവരവിടെ നിന്ന് ഇറക്കി വിട്ടു. ഒരു ഉറപ്പും കൊടുക്കാൻ എന്റെ ഏകോപരിച്ചില്ല. ബാറിൽ കയറി മൂക്കറ്റൻ കുടിച്ചു. ഞാൻ കുറച്ചു വിട്ട് അവിടെ മാറി നിൽക്കുകയായിരുന്നു. എനിക്ക് ഇതിന്റെ ഒരു ഹെൽപ്പ് വേണം. ഇത് കുറച്ച് ദിവസം കൂടെ അഡ്ജസ്റ്റ് ചെയ്യണം.
ഇതിവിടെ ഇത്രയും കട്ടതാടാ. എനിക്കിത് ഇവിടെ ഉള്ളവരോട് പറയാതെ ചെയ്യാൻ പറ്റില്ല. ഒരാളും അറിയരുത്. എന്റെ മോളെ എനിക്ക് ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരണം. അവൾക്ക് വേണ്ടി ചെയ്യാവുന്നതൊക്കെ ചെയ്യണം. അങ്ങനെ ഒരു നിയോഗം ഉണ്ടെന്ന് എനിക്ക് തോന്നി. അല്ലെങ്കിൽ പിന്നെ അതുവരെ എന്നും നമ്മളോട് കലവല ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഒരുത്തൻ ഇങ്ങനൊരു ബാഗ് ഇവിടെ കൊണ്ടുവന്ന് ഏൽപ്പിക്കേണ്ട കാര്യമില്ലല്ലോ. അത് വെറും കടലാസല്ലടാ, അത് കയ്യിലുണ്ടാകുന്നത് ഒരു ധൈര്യമാണ്. അതിന് ചിലപ്പോ കയ്യിൽ നിന്ന് പോകുന്ന ജീവൻ പിടിച്ചു നിർത്താൻ പറ്റും. ഒരു 10-12 ലക്ഷം രൂപ എനിക്ക് അതിൽ നിന്ന് എടുക്കേണ്ടി വന്നിട്ടുണ്ട്. അതിന് ഞാൻ ബെന്നിയോട് കുറച്ച് സമയം ചോദിച്ചോളാം. ചേട്ടൻ പിന്നീട് മുമ്പിലേക്കല്ലോ. പിന്നെ ചെല്ലാതെ ഇതുപോലൊരു ഏറ്റുപറച്ചിൽ എനിക്ക് അവിടെയും വേണ്ടേ? എന്നിട്ട് എത്രയും പെട്ടെന്ന് തിരിക്കണം. മെയില് പിടിക്കാൻ പറ്റിയ രാവിലെ തന്നെ അങ്ങോട്ട് എത്താം. നീ പൂർത്തേക്കണടാ. ചേട്ടാ, അത് പിന്നെ ഈ അമ്മയുടെ അച്ഛന് സുഖമില്ല. അവരൊക്കെ തൊടുപുഴയ്ക്ക് പോയേക്കുവാ. ഞാൻ മാത്രമേ ഉള്ളൂ വീട്ടില്. അതിന് എൻ്റെ 2 ഫ്രണ്ട്സ് വരും. ഞങ്ങൾ കുറച്ച് വോളിയത്തിൽ പാട്ട് വയ്ക്കും. ചുമ്മാ ഡാൻസ് ചെയ്യാനാ. അതിനിപ്പോ ഞാനെന്താ വേണ്ടയാവോ? അമ്മയോടും അച്ഛനോടും പറയാതിരുന്നാ മതി. അപ്പൂപ്പനോട് സുഖമില്ലാണ്ട് കിടക്കുമ്പോ നിനക്ക് ഒറ്റ സമയം. ശരി ശരി, ഞാൻ ആരോടും പറയണില്ല. താങ്ക്സ് ചേച്ചി. ഇത് ഞാൻ പോയിന്ന് വിചാരിച്ച കാശ. ഇതുകൊണ്ട് തിരികെ വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്യായിരുന്നു? എവിടെ പോയി തപ്പാനാ? അല്ല, എവിടെന്ന് വെച്ച് തപ്പാനാ നിങ്ങളെ? ഇനിയിപ്പോ നേരെ മോളടുത്തേക്കെന്നല്ലേ പറഞ്ഞത്? അപ്പോ കാശിന് ആവശ്യം ഉണ്ടാവും അല്ലേ? വെച്ചെടുത്തോ. இப்போ செலவு பண்ணிட்டார்ல எடுத்து 12 லட்சம் செலவு பண்ணிட்டு ആ കൊച്ചിന് ജീവിക്കാൻ യോഗം ഉണ്ടെന്ന് കൂട്ടിയാൽ മതി. കുഴപ്പമൊന്നും ഉണ്ടാക്കില്ല ചേട്ടാ, പെട്ടെന്ന് വേണം. എടാ, എനിക്ക് അവളോട് കുറച്ച് പേഴ്സണലായിട്ട് സംസാരിക്കും. അത്രേ ഉള്ളൂ. നീ ചെന്ന് താഴ്ത്തു പോയിരിക്കും. ചെല്ലി. എടാ, നിനക്ക് ഞാൻ പറയണ കാശ് ഞാൻ എടുത്തന്നില്ലേ? നീ ചെന്നിട്ടേ പാട്ട് കുറച്ച് ഒളിക്കല് ചെല്ലടാ. ചേട്ടൻ ഇനി എന്ന് വരും? എന്ന് വരുമെന്ന് പറയുന്നില്ല, എന്നാലും വൈകാതെ. എന്താടാ തന്റെ മൊബൈലിൽ എന്തോരം വിളിച്ചോ? താനെന്താ ഫോൺ എടുക്കാതെ? ഓ, ഞങ്ങൾ അപ്പുറത്താ. എന്റെ ഫോൺ അകത്തിരിക്കുവായിരുന്നു. അനുവിന്റെ വണ്ടി വെച്ച് മറന്നുപോയി. അത്യാവശ്യമുള്ള വല്ല ഉണ്ടാവും അതിനകത്ത്. അത് സാരമില്ല, ഞാൻ വിളിച്ചു കൊടുക്കാം. രാവിലെ കൊടുക്കാം. നാക്കുട്ടിച്ചേട്ടാ, ഇത് ജെകെ എന്നോട് വർക്ക് ചെയ്തു. ഇവൻ പറയാറുണ്ട്. നീ വന്നു നന്നായി. ഞങ്ങളെ നാക്കുട്ടിച്ചേട്ടനെ റെയിൽവേ സ്റ്റേഷനിലാക്കാൻ ഒരു ഓട്ടോ എടുക്കാൻ നിൽക്കുമായിരുന്നു. നമുക്ക് നായി കൊടുക്കാം. அவர் இப்பதான் எடுத்துட்டு போறாங்க. அப்போ எடுத்துட்டு போயிட்டாரா? செலவு இப்போ திருப்பி பொண்ணு பார்க்க போறாரு. ஓ, சரி போதா போகிறோம். பேக்கு கொடுத்துட்டு போகலான்னு போவாங்க பொழுதுங்க. പേടിക്കണ്ട, പേടിക്കണ്ടേ. ഞാൻ ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടി വന്നതാണ്. ഞാനൊന്നും ചെയ്യൂല. എനിക്ക് കുറച്ച് സംസാരിച്ചാ മതി. എല്ലായിടത്തും ബാത്റൂം தான் ഭയങ്കര ഇതായി. എന്ത് കോപ്പുരാണി വെറുതെ സീനാക്കണത്? ദിവസം കണ്ടിയതാണ് നീ പറയണത്. പുറക്കടി വാതിൽ കിടന്ന് ചിലക്കാതെ. ഞാൻ നിന്നോട് കുറച്ച് സംസാരിക്കണമെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. ഇപ്പൊ ഞാൻ പോവാം. ഞാനവിടെ എത്തിയിട്ട് വിളിക്കാം. പോയിട്ട് പോയാട്ടെ. ദൈവം നമുക്ക് കൈവിരലുകൾ തന്നിരിക്കുന്നത് എന്തിനാണെന്ന് അറിയാമോ? അത് ഈ അകന്നു പോകുന്നവരെങ്ങനെ ചേർത്ത് പിടിക്കാനാണ്. പോട്ടെടാ, പോട്ടെ ജെകെ. நல்ல ரோல் இருக்குல்ல. அழகா ட்ராப் வச்சுட்டு போயிடுவோம். ஹலோ, ஓடி போச்சு. வெளியில எல்லாம் சாதி நின்று இருக்கலாம். நல்ல வேலை. சீக்கிரமா சீக்கிரம்.
തന്നെ കൊടുത്തേക്കടാ, ഇവിടെ അടുത്തല്ലേ. ഹലോ ആരെ ഇനി വിളിച്ചത്? പറയല് നിന്റെ മറ്റവനാണ് നീ വിളിച്ചത്. മര്യാദക്ക് റോഡിൽ വെച്ച് ക്ലിയർ ആയിട്ട് നിന്നോട് ഞാൻ പറഞ്ഞാണ്. അപ്പൊ അവക്കട അമ്മയുടെ ബാക്ടീരിയ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ നമുക്കത് വേണം മാറ്റം. விஷ்ணுனால எல்லாத்துலயும் பிரச்சனை இருக்கு. എന്താ കുട്ടി ഇത്? ചെവിക്ക് ഏതാവത് പ്രശ്നമുണ്ടോ? മര്യാദക്ക് പറ, കെട്ടാൻ സമ്മതാണെന്ന് പറയണി, ഇല്ലെങ്കിൽ ശ്രീരംഗയുടെ ആർക്കാവോട്ടാ. അനുരെ അവള് ബാഗ് എടുക്കാൻ കൊടുക്കാനാ, വിളിക്കൂ. അനുചേച്ചി പുറത്തു പോയി. പുറത്തു പോയി? എവിടെ? നീ ഒന്ന് ഫോണിൽ വിളിച്ചേ. വേണ്ട, ഫോണിലൊന്നും വിളിക്കണ്ട. ഞാൻ ഇവരെന്താ ചെവിക്ക് என்னடா அது? போறான் போக்கு அப்படியே நிக்கிறான் போறான். போட்டு அந்த ஹாஸ்பிட்டல் சீன் சீன் இப்படி இருக்கா இல்ல இல்ல சீன் தமிழ் இது ஸ்ட்ரோப் எஃபெக்ட்னு ஸ்ரீனிவாசன் பயமா நடிட்டு பண்றாருல. എക്സ്ക്യൂസ് മീ, ആഴത്തിലുള്ള മുറിവായിരുന്നു. കൃത്യസമയത്തിന് ഫുൾ മെഡിക്കൽ സപ്പോർട്ട് കൊടുക്കാൻ കഴിഞ്ഞതുകൊണ്ട് ഐ മീൻ വി കുഡ് ഡു ബെറ്റർ ദാൻ വാട്ട് വി ഹാവ് എക്സ്പെക്ടഡ്. 48 hours കഴിയണം, ഒരു ഒഫീഷ്യൽ പ്രോമിസ് തരാം. ബട്ട് ഐ ക്യാൻ ടെൽ യു ഷീ വിൽ ബി ബാക്ക്. അലിയുമൊരു പാട്ടിൽ குழந்தை வந்துச்சா? വെറുത്തോണ്ട നാട്ടിൽ നിന്ന് വന്നത്. എന്നിട്ടിപ്പോ ഞാൻ ചെയ്യുന്നത് എന്തെല്ലാമാണ്. ജീവിതം നമ്മളെ കൊണ്ട് ചെയ്യും. അലിയുമൊരു പാട്ടിൽ வந்து காப்பாத்துவாங்க அப்படிலாம் நினைச்சிட்டு இருந்தோம். அவங்களுக்கு ഈ ബൈ ഡിഗ്രി എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് തണുപ്പാ? സിത്താരെ താൻ എങ്ങനെയാടോ ഡിഗ്രി പാസ്സായേ? കഷ്ടം. സേതുവേട്ടാ, അവിടെ എത്ര തിരക്കാണെങ്കിലും ദിവസം വരണം കേട്ടോ. ഡി ഒന്നിങ്ങ് വന്നേ. എന്താ അമ്മേ? എന്താ അമ്മേ? ആ അമലൊരു പെണ്ണിനെയും കൊണ്ട് വീട്ടിൽ വന്ന് കയറിയത്രേ. ഹേ, ഒന്ന് പോവമ്മേ. ലക്ഷ്മി എടുത്തിയാ പറഞ്ഞേ, അവര് കണ്ടു അത്രേ. ഇപ്പൊ മനസ്സിലായില്ലേ? ഇത്രേ ഉള്ളൂ. രണ്ടാളുടെ ഒരു ദിവ്യ പ്രേമം. ഏതായാലും സത്യം ഒന്നറിയണം. കല്യാണം കഴിഞ്ഞ് അവര് വീട്ടില് മാത്രം നമ്മൾ പോയിട്ടില്ല. ഇപ്പോഴാണെങ്കിൽ സേതു ഉണ്ട്. അപ്പൊ ആ കാരണം പറഞ്ഞ് നമുക്കൊന്ന് അവിടെ വരെ പോവാം. കാര്യം ഒന്നറിയാലോ. അതെ,
അപ്പുറത്ത് ആ സിത്താരയും ഭർത്താവൊക്കെ വന്നിട്ടുണ്ട്. നിങ്ങളങ്ങോട്ട് വേഗം വരൂ കേട്ടോ. താൻ ആരാണെന്ന് അറിയാൻ വന്നതാവും. മുഷിപ്പ് തോന്നലേട്ടോ സുധാരേട്ടാ. ഇതും കൂടി ഉള്ളപ്പോ വരാന്ന് വെച്ചിട്ടാ ഇത്രയ്ക്ക് അങ്ങോട്ട് നീണ്ടുപോയതേ. അല്ലാതെ വേറൊന്നും ഉണ്ടായിട്ടല്ല കേട്ടോ. സേതു നാളെ വിദേശത്തേക്ക് പോവാ പഠിക്കാനേ. അതാ എന്തായാലും ഇന്നെ ഇങ്ങോട്ട് വരാന്ന് വെച്ചതേ. എന്ത് ചെയ്യുന്നു? എറണാകുളത്തൊരു ജോലിയുണ്ട്. ആരാ സരസ്വതി കുട്ടി? മുമ്പ് കണ്ടിട്ടില്ലല്ലോ. അയ്യോ, അപ്പൊ സാവിത്രി ഇതുവരെ ഒന്നും അറിഞ്ഞിട്ടില്ല? ഇല്ല, ഞങ്ങള് വിശേഷിച്ചൊന്നും അറിഞ്ഞില്ലല്ലോ. എന്തേ? അപ്പൊ ഇനി അറിയാത്തൊരു ബാക്കിയുള്ളൂ. എന്നാ കേട്ടോ, ഇതാ അനു, നമ്മുടെ അമല് കെട്ടാൻ പോകുന്ന പെൺകുട്ടിയാ. 3-4 കൊല്ലായിട്ടുള്ള അടുപ്പാത്രേ രണ്ടാളും. ഞങ്ങളോട് മാത്രം അല്ലേ? അതെ അതെ, ഇപ്പോഴത്തെ പിള്ളേരുടെ ഒരു കാര്യം. മുത്തശ്ശിയൊക്കെ ഒന്ന് കാണാനായിട്ട് ഇവന്റെ കൂടെ രാവിലെ ഇങ്ങോട്ട് പോകുന്നതാ. അതെ. അപ്പോ അമലുവിന്റെ കൂടെ ജോലി ചെയ്യുന്നാണോ? ഏയ്, അവനൊരു പ്രൈവറ്റ് കമ്പനിയിലല്ലേ ജോലി. ഈ കുട്ടി ഡോക്ടറാ. MBBS മോളെ, ഫൈനലിയറാ. എമർജൻസി മെഡിസിനിൽ എൻട്രി എടുക്കണം. എന്നാ ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങട്ടെ സരസ്വതി. സേതുവിന് പോകാനുള്ള കുറച്ച് കാര്യങ്ങള് ഒരുക്കാനുണ്ട്. ആയിക്കോട്ടെ, വന്നതിന് പോയി. கூப்பிட்டு வச்சு செஞ்சு ஃபேமிலி. எரியுது, வயிறு எரியுது. അത്രയേറെ സന്തോഷമുണ്ടായ നിമിഷങ്ങൾ അതുവരെയും അമലിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നിട്ടില്ല. കംബാക്ക്, ഇതാണ്ടാ കംബാക്ക്. എന്താ എന്താ ഉണ്ടായേ? ഒരു തലകറക്കം മാത്രമേ ഉള്ളൂ. നിന്നോട് വരണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലേ. നീ വരണ്ടെന്ന് പറഞ്ഞാലും ഞങ്ങൾക്ക് വരാണ്ടിരിക്കാൻ പറ്റും. സാറിരിക്കെ വേണ്ട, ഞാൻ പോയി ഡോക്ടറെ ഒന്ന് കണ്ടിട്ട് വരാം. ഇത് ഉണ്ണി റൈറ്ററാണ്. ഞാനൊരു കഥ കേൾക്കുമായിരുന്നു. ഇനി കുറച്ചും കൂടി അല്ലേ ഉള്ളൂ, പറഞ്ഞോളൂ. ഇനിയിപ്പോ സാറിന്റെ ഫാമിലിയൊക്കെ വന്ന ഞാൻ ഇത്തിരി അധികപ്പറ്റാണ്. അതുകൊണ്ട് സാറിന് ഈ സ്ക്രിപ്റ്റ് ഞാൻ അങ്ങോട്ട് ഏൽപ്പിക്കാം. സമയം പോലെ വായിച്ചാൽ മതി. എൻ്റെ നമ്പർ ഇതിലുണ്ട്. എന്നാ പിന്നെ അങ്ങനെ ആവും. അതെ, ഒരു കഥ നന്നായി പറയാൻ കഴിയുന്ന ആൾക്ക് ഒരു നല്ല സംവിധായകനാവാൻ പറ്റും. അതിനി വേറെ ആളെ നോക്കണ്ട, ഉണ്ണി തന്നെ അങ്ങോട്ട് ചെയ്താൽ മതി. വലിയ സ്വപ്നമായിരുന്നില്ലേ? പ്രൊഡ്യൂസർ വേറല്ലേ? കാര്യമായിട്ട് പറഞ്ഞത് ഞാൻ ഈ സിനിമ പ്രൊഡ്യൂസർ. കൂടെ നിന്ന് എല്ലാ സപ്പോർട്ടും തരാം. ഈ പ്രായത്തില് ഒരു സിനിമ സംവിധാനം ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എന്റെ വാക്കിന്ന് ഞാൻ പിന്നോട്ട് പോവില്ല. ഞാൻ അങ്ങോട്ട് വന്നോണ്ടിരിക്കുക. കഥ ഏതാണ്ട് പൂർണ്ണമായി പറയാൻ പറ്റിയ അച്ഛാ. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ സിനിമ എന്നോട് സംവിധാനം ചെയ്തോളാൻ പറഞ്ഞിരിക്കുക. ബാക്കിയൊക്കെ വന്നിട്ട് പറയാം. ഹലോ, ചാൻസ് അയാള് പറഞ്ഞു കഴിഞ്ഞില്ലായിരുന്നു, ടേലന്റ് കൂടി ബാക്കിയുണ്ട്. കേട്ടോ മോളെ, ഇവന്റെ നെഞ്ചിലൊരു അമ്മിക്കല്ലെടുത്ത് വെച്ചാൽ പോയത്. മോൾ ആരാണെന്ന് ചോദിച്ചപ്പോ ഞാൻ വായി തോന്നിയത് പറഞ്ഞേ ഉള്ളൂ കേട്ടാ. ഇവളത് മോനെ മുമ്പ് വെച്ച് പൊലിപ്പിക്കുകയും എനിക്ക് മനസ്സിലായി. അവര് വന്നതിന്റെ ഉദ്ദേശം വേണ്ടി കിട്ടിയല്ലോ. മോനെ, പ്രേമിക്കുന്നവർ പരസ്പരം മുഖത്തോട് മുഖം നോക്കും, എത്ര നേരം വേണമെങ്കിലും. പക്ഷെ കല്യാണം കഴിയുമ്പോൾ ആ നോട്ടം കുറഞ്ഞു കുറഞ്ഞ് ഇല്ലാണ്ടാവും. പരസ്പരമുള്ള നോട്ടം മതിയാക്കി രണ്ടുപേരും ഒരേ ദിശയിലേക്ക് നോക്കാൻ തുടങ്ങുമ്പോൾ, ഉപയോഗിക്കാനും മനസ്സിലാക്കാനും തുടങ്ങുമ്പോൾ, അപ്പോഴാണ് ആ ചെറുക്കൻ ജീവിതത്തിനൊരു ഗുമ്മുണ്ടാവുന്നത്. അല്ലേ അമ്മേ? ആട്ടോ പിന്നീട് ചെയ്തല്ലോ எக்ஸ்பேண்ட் ஆயிடுச்சு அவரோட இது.
எனக்கு தெரிஞ்சு இவர் பக்கத்துலேருந்தே ஏதோ ஸ்டோரி பார்த்துக்கிறாரு போல. எவ்வளோ இவர் ஸ்டோரி தானே அது. ஏன்னா அவங்க அப்பாவும் இந்த இதில் அதான் ഒരു 5 മിനിറ്റ് കുറയ്ക്കും. ജാസി വലിയ ഞാൻ പറയാറില്ലട മോനെ, ഭാവനയോടൊപ്പം ചില ജീവിത സത്യങ്ങൾ വരുമ്പോഴാണ് ഒരു കഥ കഥയാകുന്നു. ശരിയാണ്. ചെന്ന് അവളോട് പറ. അപ്പോഴേക്കും എനിക്ക് ഒരു തേച്ച് മിനുക്കാനുണ്ട്. കാണാതെ പറയുമ്പോൾ സ്ക്രിപ്റ്റ് ഒരു ബലത്തിന്, ഒരു കോൺഫിഡൻസ്. മിസ്റ്റർ ഡയറക്ടർ, ഹലോ, നമ്മുടെ ഡേവിഡ് സാറോട് അഡ്മിറ്റ് ആയിട്ടുണ്ട്. ഡേവിഡ് ലക്കൊന്ന് ട്രൈ ചെയ്യണോ? 1 മണിക്കൂറിനകം ഞാൻ അങ്ങോട്ടെത്താം. ഓടി വാ. അങ്ങനത്തെ സുമ വന്നത് പണിയുന്നതാ. ഞാനും സംസാരിച്ചോട്ടെ. ആവശ്യം നമ്മുടെ ആയിപ്പോയില്ലേ? വെയിറ്റ് ചെയ്യാം. പുറത്ത് വെക്കുന്ന വലിയ കത്തിയൊന്നും അല്ലെങ്കിൽ അല്പം നേരം ചെവി കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. വേറെ ഒരു കലകരക്കായിട്ടും ഒരു പാവം സംവിധായകനെ ഒരു ദിവസം മുഴുവൻ ആശുപത്രി കിടക്കലിൽ പിടിച്ചിരുത്തി തന്നതിന് ഏട്ടൻ എനിക്ക് എന്ത് സമ്മാനം തരാം? ഷെയ്ക്ക് ചെയ്യാൻ കൈനീട്ടിയപ്പോ ഞാൻ തൊഴുതില്ലേ, അതിന്റെ കടം വീട്ടാം ആദ്യം. அப்பத்துலேருந்து இனிமேல் பிளான் ഡേവിഡ് സാറാണ്. ഹലോ സാർ. വീട്ടിലെല്ലാവർക്കും സന്തോഷമായല്ലോ അല്ലേ? അത് പിന്നെ പറയാനുണ്ടോ സാർ? എല്ലാവരോടും എൻ്റെ അന്വേഷണം പറയും. ഉറപ്പായിട്ടും സാർ. അഭിനോണ്ണി സാർ, ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് ജസ്റ്റ് ഡിസ്ചാർജ് ആയി. ചെയ്തു തന്ന എല്ലാ ഉപകാരങ്ങൾക്കും നന്ദിയുണ്ടെന്ന് ഡോക്ടറോടൊന്ന് പറഞ്ഞേക്ക്. நான் யோசிச்சேன் எதுக்கு இவர் ஸ்ரீனிவாசன் ஸ்டோரி போச்சு தேவையில்லாம அப்படின்னு. நான் நல்லா கண்டுப்பேன். அவங்க அப்பாவோட ஸ்டோரி தான் அது. அவர் ரியல் லைஃபோ இது ஃபேண்டசியும் சேர்த்து யூஸ் பண்ணி எடுத்திருக்காரு. இது எதிர்ப்பாரு. இது ஃபீல் குட். ശരിക്കും ഫീൽ ഗുഡ്. ஆசிட் அலி நல்ல ஸ்கிரிப்ட் தான் வச்சு ஆக சண்டே ஹாலிடே நல்ல ஃபீல் குட் மூவி. அருமையாக இருந்துச்சு. நிறையவா இருந்துச்சு. நிறைய சீன்ஸ் அதுக்கு ஏற்ற மாதிரி ஒரு கதை சொல்றது எடுத்துட்டு வந்து அந்த ஸ்ரீனிவாசனை கூட வந்து அதுதான் ஆசிஃப் அலி வச்சாரு. ஆசிஃப் அலியா இல்லை அவங்க அப்பா? அவர்தான் ஆசிஃப் அலின்னு சொல்ல முடியாது. அவர் அதான் அவங்க அப்பா சொல்லியிருந்தாருல, நான் தான் உனக்கு சொன்னல, ரியாலிட்டி கூட சேர்த்த மாதிரி எழுத ஒரு நல்ல ஸ்டோரி கிடைக்கும். கொஞ்சம் கொஞ்சம் அவர் வந்து அவரோட லைஃப்ல இருந்து எடுத்து அதை எழுதியிருக்காரு. அவரோட எவ்வளோ உண்மை எவ்வளோ ஃபேண்டசின்னு தெரியல. ஓ ஆமாம், இல்லை அவர் ஸ்டோரி தான். ஆமாம், ஏன்னா ஒய்ஃப் டாக்டர். அதுதான் நான் நினச்சேன் அவங்க அப்பாவோட ஸ்டோரி நினச்சேன். ஏன்னா அவங்க அப்பா வந்து ஃபியூச்சரில் நிறைய இதெல்லாம் வண்டியில் வாங்கிட்டாரு அப்படின்னு ஒரு நல்ல சூப்பராக இருந்தது. இல்லை அது ட்விஸ்ட்டுக்கு அப்புறம் தான் கன்ஃபார்ம் ஆச்சு. இல்லை ரொம்ப வந்து இதுவும் இருக்காம தேவையில்லாம ஷார்ட்ஸ் படம் வந்து ஸ்லோவாக தான் போகும். ஆனால் நல்ல இருந்துச்சு. எங்கேயுமே இதுவாகல, என்னடா இந்த சீன்ஸ் இங்கே வச்சிட்டாங்களே அப்படின்ட்டு அடுத்த இதுக்கு போகும். இல்லை எல்லா கேரக்டருக்குமே ஒரு நல்ல ஓப்பனிங் அண்ட் எண்டிங் இருக்கு. எல்லாருக்குமே வந்து சூப்பரா. ஆனால் ஒன்று என்னன்னா அந்த காசு அவர் 2.5 கோடி ரூபாய் தொலைச்சிட்டார்ல, அது அசால்ட்டாக முடிச்சிட்டாங்க இந்த ட்ராக் மட்டும். அது 2.5 கோடின்றது ஒரு பெரிய அமௌண்ட். பட் ஆனால் அந்த கோல்டு என்னென்னமோ இருந்துச்சுன்னு அது வந்து அவர் சிம்பிளா இவர் அவர் பொண்ணு பிறக்கணுன்றதுக்காக அதிலடா தொலைச்சாரு. அவர் அதுதான் இவர் அவர் பொண்ணு பிறக்கணுன்றதுக்காக இது பண்ணாரு. சரி, அவரும் அவரோட பொண்ணுக்காக தானே பண்ணிருக்காரு. எவ்வளவு எண்ணம் எடுத்துட்டு போவாரு. அவர் ஸ்டோரியும் கொஞ்சம் ஆடிட்டிங்காக தான் இருந்தது. பணம் எடுத்துட்டு போனாரு. எல்லாமே சூப்பர். அந்த ஸ்டோரி பொறுமையா ஏதோ கதை சொல்றாரு, டக்குன்னு எல்லாரும் இது பண்ணிட்டு. இல்ல அது அங்க ஸ்டார்டிங்லயே வந்து ஒரு சின்ன
சின்ன ஹிண்ட் மாதிரி உங்களை பார்க்க வந்திருக்காங்க அப்படின்னு சொல்லி கட்டு அதோட நெக்ஸ்ட் சீன் மூவ் ஆயிடுச்சு. ஆனா அது அங்கிருந்து எடுத்துட்டு வந்து இவங்க கனெக்ட் பண்ணி ஒரு அதத்த circle வச்சாங்கல்ல. நம்மளுக்கு ஞாபகத்துக்காக ராஜமொழிலாம் வச்சாங்க ஒரு அந்த இடத்துல. அது நல்லா கரெக்டா இருந்தது படம். எங்கேயுமே வந்து லேக்னே சொல்ல முடியாது. அந்த ஒரு கோவப்பட்டுனே இந்த பத்தியா அவருக்கு அந்த மாதிரி தான். ஒன்ஸ் அவர் வந்து அந்த பிரச்சனை இல்லைன்னு தெரிஞ்சதுக்கு அப்புறம் அவர் பாட்டு விட்டாரு, காசை விட்டாரு. அவர் தான் எனக்கு ஆர்டர் வந்துச்சு, எனக்கு இன்ஸ்பெக்டர் கிட்ட இருந்து கொஞ்சம் ஆர்டர் வந்துச்சு, நான் அதை பாத்துக்கிறேன். அந்த இவர்கிட்ட வரும்போது அதான் சொன்னாரு. என்ன சொன்னாருன்னா, நீ எடுத்துட்டு போயிட்ட, நீ வருவியான்னு எனக்கு தெரியல, ஆனா இந்த காசு எங்க போயிட்டு தெரியறதுன்னு தெரியல, அது விட்டுரு, நானும் விட்டுட்டேன், உனக்கு காசு வேணா எடுத்துட்டு போ, அவ்வளவுதான், பிரச்சனை கிடையாது. அவரு கொடுத்தாரு பாரு அந்த டைம்ல கூட சண்டை இது எவ்வளவு பெரிய பிரச்சனை தெரியுமா எனக்கு, என்னால வீடு போப்பா அப்படிலாம் சொல்லாம அருமையான ஒரு படம். வீட்டுல அவன் பூந்துட்டானு, அதுதான் நான் ஆசிஃப் அலி தான் வரப்போறாரு, இல்ல உள்ள வந்து காப்பாற்ற போறாருன்னு வச்சுக்கோங்க. அவன் எஸ்கேப் ஆயிட்டானடா, அவன் விஷ்ணு எஸ்கேப் ஆயிட்டானா, அவன் நல்ல அடி வாங்கிருந்தோம். எல்லா படத்துலயும் இந்த சின்ன பசங்க திட்டு கொட்ட விஷ்ணுங்கிற பேர்ல இன்னொரு சம்பவம் நடக்குது. 2 படமுமா விஷ்ணுன்ற கேரக்டர் பண்ணிட்டு இருக்காங்க. எல்லாத்துக்கும் காரணம் ஒரே ஒரு லெஜெண்ட் போட்டாங்க. தப்பான இன்ஸ்பிரேஷன் வந்து மாஸ்டர் பீஸ்ங்கிற பேர்ல ஒரு பரவிட்டு இருக்கு. கிளாசிக்ஸ் கல்ட் ஃபாலோவர்ஸ். ஸோ வந்து ஒரு நல்ல நம்ம வந்து ஆல்ரெடி நிறைய ஃபீல் குட்னு சொல்லி சில மூவி பார்க்க சொல்லியிருக்காங்க. ஆனால் வந்து ரொம்ப பேடாக தான் ஃபீல் மரண கொடூரமான எக்ஸ்பீரியன்ஸாக இருந்துச்சு. ஆனால் நம்ம அது சொன்னதுக்கு வந்து ஃபீல் குட்னு அப்படி தான் இருக்கோம்னாங்க. இல்லை அது சொல்ல மாட்டாங்க. என்ன தெரியுமா சொல்லுவாங்க, உங்களுக்கு அது செட் ஆகல. எல்லா கேரக்டர்ஸும் அப்படியே மனசில் நிக்கிற மாதிரி தான் இருந்துச்சு. ஆசிஃப் அலி எங்கேயுமே அவர் பாரு, அவர் சூஸ் பண்ற கதையில அவரோட ரோல் பக்காவா இல்ல. அவர் சூஸ் பண்ற ரோல்ல எப்படி இருக்குதுன்னா சென்டர் பாயிண்டா இல்ல, ஸ்டோரியோட டிராவல் ஆற பாயிண்டா தான் இருக்குது. நம்ம மம்முக்கா வந்து அதே மாதிரி டிராவலிங்ல முக்கியமான பாயிண்ட்ஸ் சொல்லிட்டோம். எனக்கு வந்து ஓகே, இந்த படம் வந்து ஒரு நல்ல சண்டே ஹாலிடே அன்னைக்கு சண்டே ஹாலிடே நல்ல ஒரு படம். ஸோ சண்டே வந்து நல்லா ஜாலியாக செலிப்ரேட் பண்ணுங்க. ஸோ சஜஷனா என்ன ஃபீல் குட்டு டைப் பண்ணு, ஃபீல் குட் மூவி வல்லவன் ஃபீல் குட் மூவியா சிவாஜி பாஸ்லாம் போட்டுட்டாங்க எனக்கு. வினய் தாண்டி வருவா என்னடா ஃபீல் குட் மூவி, விருமாண்டிலாம் ஃபீல் குட் அட பாவீங்களா, எவ்வளவு அவரோட சஜஷன் என்ன அப்படின்னு பார்த்தீங்கன்னா, அது ஒரு இங்கே இருக்கிற ஒரு ஃபீல் குட் மூவி. ஸோ அந்த ஃபீல் குட் மூவி வந்து 4 stages of love. 4 stages of love anthology, நல்ல ஒரு ஃபீல் குட் மூவி. உள்ள மைக் வெச்சோம் பாதனசிங்க அந்த படத்துல என்னோட ஃபேவரட் வந்து 4வது சுனேனா சமுத்திரக்கனி. எனக்கு மணிகண்டன் அண்ட் அவங்களுக்கு தான். அதுதான்டா சின்ன வயசு பருவம் ஒரு லவ், அதுக்கு அடுத்த ஸ்டேஜஸ்ல ஒரு லவ் இருக்கும், வயசானவங்க ஒரு லவ் இருக்கும், அப்புறம் கல்யாணம் ஆயிட்டு அப்புறம் அவங்களுக்குள்ள கல்யாணம் ஆகி ஒரு குழந்தை இருக்கும், அதுக்கப்புறம் 4 ஸ்டோரியுமே சூப்பரா இருக்கும். அது பாருங்க. படம் பேர் வந்து சில்லு கருப்பட்டி. சில்லு கருப்பட்டி. ஸோ இது வந்து ஒரு ஃபீல் குட் மூவி, நிறைய பேர் பார்த்துருப்பாங்க, பட் பார்க்காதவங்க சில்லு கருப்பட்டி. ஓகே கைஸ், நம்ம இன்னொரு வீடியோல ஒரு நல்ல ஃபீல் குட் மூவி பார்க்கலாம். Until then, this is 80 Bharat signing off. Subscribe.